വിദ്രാവിതാശേഷതമോ ഗണേന മുദ്രാവിശേഷേണ മുഹുർമുനീനാം നിരസ്യമായാം ദയയാ വിധത്തെ ദേവോ മഹാൻ തത്വമസീതി ബോധം മമാദ്യദേവോ വടമൂലവാസീ കൃപാവിശേഷാത് കൃതസന്നിധാനഃ ഓംകാരരൂപാം ഉപദിശ്യ വിദ്യാം ആവിദ്യഗധ്വാന്തമപാകരോതു സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ചൂടോത്തംസിതചന്ദ്രചാരുകലികാം ചഞ്ചത്ശിഖാഭാസ്വരോ ലീലാദഗ്ധവിലോലകാമശലഭശ്രേയോ ദശാഗ്രേ സ്ഫുരൻ അന്തസ്ഫൂർജദ് അപാരമോഹതിമിരപ്രാഗ്ഭാരമുച്ചാടയൻ ചേതസദ്മനിയോഗിനാം വിജയത്തെ ജ്ഞാനപ്രദീപോ ഹരഃ. നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടവപുർധരാഭ്യാം നഗേന്ദ്രകന്യാവൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കരപാർവതീഭ്യാം. ഇവിടെ ഭഗവാന്റെ സന്നിധിയിലിരുന്ന് സത്സംഗം വളരെ വിശേഷമാണ്. നമുക്ക് എങ്ങനെയൊക്കെ തന്നെ ഒരു പുറത്ത് വിശാലമായിട്ടുള്ള സ്ഥലത്തിരിക്കുന്ന സൗകര്യം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഈ മണ്ഡപത്തിലിരുന്ന് മഹാദേവ സന്നിധിയിൽ ഒരു സത്സംഗം. കാവൽപ്പാട് നമുക്ക് പുതിയ സ്ഥലമൊന്നുമല്ലല്ലോ, നല്ല വളരെ അടുത്ത പരിചയം ഉള്ള ഇതാണ് എല്ലാവരും ഏകദേശം. ഇവിടെ ഇപ്പോൾ പറഞ്ഞു നവീകരണ കലശത്തിനുള്ള ഏർപ്പാട് നടക്കുകയാണ്. അതൊക്കെ മംഗളമായിട്ട് നടന്ന് ഒരു ക്ഷേത്രം ഒരു ഗ്രാമത്തിൻ്റെ ഹൃദയമാണ്. ഗ്രാമം എന്ന് വെച്ചാൽ കുറേ ആളുകൾ ചേർന്ന് താമസിക്കുന്ന സ്ഥലമാണ് ഗ്രാമം. അതിൻ്റെ ഹൃദയസ്ഥാനമാണ് മന്ദിരം. മന്ദിരം അഥവാ ആലയം എന്നാണ് പറയേണ്ടത്. നമ്മൾ അമ്പലം എന്ന് പറയും. ശരിക്കും അമ്പലം എന്ന് പറഞ്ഞാൽ തന്നെ ശിവക്ഷേത്രത്തിനോട് പേരാണ്. നമ്മൾ മലയാളത്തിൽ എല്ലാത്തിനും അമ്പലം എന്നാണ് പറയുക. അത് അമ്പലമായതാണ്. നിങ്ങൾ ചിദംബരത്ത് പോയാൽ അവിടെ തിരുച്ചിത്രമ്പലം എന്ന് പറയും. ചിത്രമ്പലം എന്ന് വെച്ചാൽ അമ്പലം. അമ്പലം ചിത്രമ്പലം എന്ന് പ്രയോഗം കേരളത്തിൽ കുറച്ചു കാലം നടരാജ ചിദംബരനാഥനെ നടരാജാവിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ പ്രയോഗം അമ്പലമായിട്ട് മാറി. ര എന്നുള്ളത് ല ആയിട്ട് മാറി. അമ്പരം എന്ന് പറയുമ്പോൾ അർത്ഥം പെട്ടെന്ന് മനസ്സിലാവും. അമ്പരം എന്ന് വെച്ചാൽ ആകാശം, ഒരു സ്പേസാണ്, ആകാശമാണ്. ആ ആകാശത്തില് ശിവൻ നടനം ചെയ്യുന്നു. അതാണല്ലോ ചിദംബരം. ചിദംബര
നടം. പതഞ്ജലി മഹർഷിയുടെ ഒരു സ്തവമുണ്ട്, അതങ്ങനെയാണ്: ചിദംബര നടം ഹൃതി ഭജ. ചിദംബരത്തിൽ നടനം ചെയ്യുന്ന ആ ശിവനെ, ആ നടരാജനെ ഹൃദയത്തിൽ ഭജിക്കൂ. അപ്പോ ആ ചിദാകാശം, ചിദംബര ആകാശം, അത് ഒരു സ്പേസ്. ആ സ്പേസിൽ ഭഗവാനെ ആരാധിക്കണം. അതിനെയാണ് അമ്പലമായത്. മറ്റു പ്രയോഗങ്ങൾ മന്ദിരം, ആലയം, ഇതൊക്കെയാണ്. മന്ദിരം എന്ന് പറയുമ്പോൾ വീട് പോലെ. ആലയം എന്ന് പറയുമ്പോൾ എവിടെയാണോ മനസ്സ് ലയിക്കുന്നത് അത് ആലയം. ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ മനസ്സ് ലയിക്കണം. നമ്മളുടെ ആധുനികമായ ആളുകൾ പലരും ചോദിക്കുന്നത്, നമുക്ക് എന്തിനാ അമ്പലങ്ങൾ, ആസ്പത്രികൾ വേണം, സ്കൂളുകൾ വേണം എന്നൊക്കെയാണ്. ഒക്കെ ആസ്പത്രി വേണം, സ്കൂൾ വേണം എന്നാണ്. അമ്പലം ഉണ്ടെങ്കിൽ ആസ്പത്രികളുടെ ആവശ്യമില്ല. ശരിക്കും ഒരു അമ്പലത്തിനെ ഉപയോഗിക്കുകയാണെങ്കിൽ ആസ്പത്രിയുടെ ആവശ്യമില്ല. അമ്പലത്തിൽ ചെന്ന് ഭഗവാനെ ദർശിക്കുക, പ്രദക്ഷിണം ചെയ്യുക, നമസ്കരിക്കുക, ഭഗവത് ആരാധന ചെയ്യുക. മനസ്സ് ആരോഗ്യമായിട്ടിരിക്കും, ശരീരം ആരോഗ്യമായിട്ടിരിക്കും, ശുദ്ധമായ ഭക്ഷണം കഴിക്കും, സന്തോഷമായിട്ടിരിക്കും. നമുക്ക് ദുഃഖമൊക്കെ വരുമ്പോൾ പറയാനൊരു സ്ഥലമുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ക്ഷേത്രത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യന് പലപ്പോഴും ഒരു ആശുപത്രിയുടെ ആവശ്യമില്ല. ഒരു ഹോസ്പിറ്റൽ, ഒരു ആശുപത്രി ആവശ്യമില്ല. അപ്പോൾ ക്ഷേത്രത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. രോഗം വന്നു കഴിഞ്ഞാലാണ് ഇതൊക്കെ വേണ്ടത്. രോഗം വരാതിരിക്കണമെങ്കിൽ ശരീരത്തിൻ്റെ രോഗം, മനസ്സിൻ്റെ രോഗം. ശരീരത്തിൻ്റെ രോഗം മാറിയാലും മനസ്സിൻ്റെ രോഗം കൂടുതൽ വിഷമം പിടിപ്പിക്കുന്നതാണ്. നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ശരീരരോഗത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് പ്രാർത്ഥിച്ചു. അവസാനം പറഞ്ഞു, ഭഗവാനെ, ഈ ശരീരത്തിൻ്റെ രോഗം മാറ്റിയാൽ അതുകൊണ്ട് സമാധാനമാവണില്ല, അതുകൊണ്ട് മനസ്സിൻ്റെ രോഗം മാറ്റിത്തരണം. മനസ്സിനുള്ള രോഗം, ഈ ദേഹത്തിനോടുള്ള മോഹം, അത് മാറ്റിത്തരണം. മനസ്സിന് ശാന്തി തരൂ, ഭക്തി തരൂ. ഭക്തിം ദൃഢിഷ്ഠാം കുരു തവ പദ പങ്കേരുഹേ പങ്കജാക്ഷ. എനിക്ക് ഭക്തി ദൃഢമാക്കി ചെയ്തു തരൂ എന്ന് പ്രാർത്ഥിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആളുകൾ സന്തോഷവാന്മാരൊന്നുമല്ല. നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഒരു ഗവേഷണം ചെയ്തു നോക്കാം. ആളുകൾ ശരീരാരോഗ്യം എന്നാൽ സന്തോഷം വരുമോ എന്ന് നോക്കുക. ചിലരൊക്കെ ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ തന്നെ മുഖ്യമായൊരു ഭയം എന്താണെന്ന് വെച്ചാൽ രോഗം വരുമോ എന്നുള്ള ഭയം. രോഗം വരണമെന്നില്ല, ഒരു വയസ്സ് കഴിഞ്ഞാൽ പേടിച്ച് ഇവിടെ വല്ലതുണ്ടോ, അവിടെ വല്ലതുണ്ടോ, ഷുഗർ ഉണ്ടോ, BP ഉണ്ടോ, ഒന്നാമത് വരുമോ എന്ന് ഭയം. രണ്ടാമത് ശരീരം ആരോഗ്യമായിട്ട് ഇരുന്നത് കൊണ്ട് സമാധാനം ഉണ്ടാകുന്നില്ല. പലവിധ ആഗ്രഹങ്ങൾ, ഡിപ്രഷൻ, സ്ട്രെസ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ശരീരത്തിന് രോഗം വരും. അതുകൊണ്ട് മനസ്സിൻ്റെ ആരോഗ്യം, ചിത്തം ശാന്തമാവണമെങ്കിൽ ആ ചിത്തത്തിനെ ഭഗവാന്റെ കയ്യിൽ കൊടുക്കണം. ശങ്കരാചാര്യർ പറഞ്ഞു, ശിവഭക്തിയാണല്ലോ ഇപ്പോൾ നമുക്കിവിടെ. ശിവാനന്ദ ലഹരി എന്നൊരു 100 ശ്ലോകങ്ങൾ എഴുതി ശങ്കരാചാര്യർ. പേര് തന്നെ മനോഹരാണ്, ശിവ ആനന്ദ ലഹരി. 3 ആനന്ദ ലഹരി എഴുതിയിട്ടുണ്ട്. 4 ശിവാനന്ദ ലഹരി, പിന്നെ സൗന്ദര്യ ലഹരി, പിന്നെ ആനന്ദലഹരി. ഇനി ഒന്നും കൂടി ഉണ്ട്, ജീവൻ മുക്ത ആനന്ദലഹരി. ഇതൊക്കെ പറയുന്ന ആള് ഞാൻ തിരുവണ്ണാമലയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ജീവൻ മുക്ത ആനന്ദലഹരി. അപ്പൊ ഇങ്ങനെ ആനന്ദലഹരി എന്ന് പറഞ്ഞാൽ തന്നെ 4 കൃതികളുണ്ട്. അതിൽ ശിവഭക്തി കൊണ്ടുവരുന്ന ആനന്ദം, ആ ആനന്ദം ലഹരി എന്ന് പറയുമ്പോൾ അതിങ്ങനെ അലയടിക്കലാണ് ലഹരി. അലയടിക്കലാണ് ലഹരി, അല്ലാതെ നമ്മളുടെ ലഹരി പദാർത്ഥം. അവര് നടക്കുമ്പോൾ അലയടിക്കണ പോലെ നടക്കുമല്ലോ, അല്ലേ? ഇല്ല. അപ്പൊ അങ്ങനത്തെ അലയല്ല ഇത്. ഉള്ളില് ആനന്ദം ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നതാണ് നിത്യാനന്ദ രസാലയം. ശങ്കരാചാര്യർ ഒരു മനോഹരമായ ശ്ലോകം ശിവാനന്ദ ലഹരിയിൽ പറഞ്ഞു,
നിത്യാനന്ദ രസാലയം. നല്ല പേരാണ് അല്ലേ? നിത്യാനന്ദ രസാലയം, നിത്യമായ നിരന്തരമായ ആനന്ദത്തിൻ്റെ രസം, അതിൻ്റെ ഇരിപ്പിടം. നിത്യാനന്ദ രസാലയം സുരമുനി സ്വാന്താംബുജാതാശ്രയം. നല്ല ദേവന്മാരും മുനികളും ഒക്കെ ആ ആലയത്തിൽ അഥവാ ആ സരസ്സിൽ വന്നിരിക്കുന്നു. അവരുടെ ഹൃദയ താമര വിരിഞ്ഞിരിക്കുന്നു. സ്വച്ഛം, നല്ല തെളിഞ്ഞിരിക്കുന്നു. സദ്വിജസേവിതം, നല്ല നല്ല പക്ഷികൾ, കൊളപ്പക്ഷികൾ, കൊളക്കോഴികൾ വന്നിരിക്കുന്ന പോലെ, ഹംസങ്ങൾ വന്നിരിക്കുന്ന പോലെ നല്ല സജ്ജനങ്ങളൊക്കെ ഈ സരസ്സിൽ വന്നിരിക്കുന്നു. സദ്വിജസേവിതം, നല്ല ബ്രാഹ്മണർക്കും ദ്വിജ ശബ്ദം. കലുഷഹൃത്, ഉള്ളിലുള്ള കലുഷം, മനസ്സിലുള്ളതാണ് കലുഷം, അതിനെയൊക്കെ നീക്കം ചെയ്യുന്നതും. സദ്വാസനാശോഭിതം, കലുഷഹൃത് സദ്വാസനാവിഷ്കൃതം. ശംഭുധ്യാന സരോവരം, ശിവധ്യാനമാകുന്ന സരോവരം. സരോവരം എന്ന് വെച്ചാൽ നല്ല തടാകം. ശംഭുധ്യാന സരോവരം വ്രജമനോഹംസാവതംസ സ്ഥിരം. മനസ്സാകുന്ന ഹംസമേ, അന്നമേ, നീ ഈ സരസിലേക്ക് പോകൂ. മാനസ സരസിലേക്ക് എവിടേക്കോ പോവുകയാണ് ഈ ഹംസം. ഹംസത്തിനോട് പറയാണ്, ശിവധ്യാനമാകുന്ന സരസിൽ ചെന്നിരിക്കാം. ഹേ ഹംസമേ, ആ ശിവധ്യാനമാകുന്ന സരസിലേക്ക് പോകൂ. കിം ക്ഷുദ്രാശ്രയ പൽവല ഭ്രമണ സഞ്ജാതശ്രമം പ്രാപ്സ്യസി. എന്തിനാണ് ഈ ക്ഷുദ്രമായിട്ടുള്ള ഈ പൊട്ടക്കുളത്തിൽ വെള്ളം കുടിക്കാൻ പോണത് എന്നാണ്. എന്നുവെച്ചാൽ വെളിയിലുള്ള ഈ ക്ഷുദ്രമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് എന്തിനു പോകുന്നു? ഭഗവത് ധ്യാനം, ശിവധ്യാനം ചെയ്യാം, ശിവഭക്തി ചെയ്യാം. അപ്പം അതിന് മനസ്സിനെ പരിപാകപ്പെടുത്തി എടുക്കാം. നോക്കൂ, ഭഗവാനെ അനുഭവിക്കുക എന്നുള്ളതാണ് ഭക്തി. ഭക്തി എന്ന് വെച്ചാൽ ആരംഭ ഭക്തിയുണ്ട്. നമ്മളുടെ കാര്യം നടക്കാൻ വേണ്ടി ഈശ്വരൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക. അത് സാരമില്ല, ആയിക്കോട്ടെ. കാരണം അധികം ആളുകളും അങ്ങനെയൊക്കെയാണ് വരിക. എന്തെങ്കിലും ശരീരത്തിൻ്റെ വിഷമം അല്ലെങ്കിൽ കുടുംബത്തിലത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വരിക. പക്ഷെ അവിടെയേ നിൽക്കാൻ പാടില്ല. സ്കൂളിൽ 1ാം ക്ലാസ് 2ാം ക്ലാസ്സൊക്കെ വേണം. പക്ഷെ 1ാം ക്ലാസ്സിലേ ഇരിക്കുകയാണെങ്കിലോ അവിടെ തന്നെ പഠിച്ചോണ്ട്. പഴയ കാലത്തൊക്കെ എങ്ങനെ ഇരിക്കും കുട്ടികൾ? ചിലർ ടീച്ചർമാരെക്കാളും മൂപ്പ് കൂടും കുട്ടികളങ്ങനെ ക്ലാസ്സിൽ ഇരുന്നിരുന്ന്. അപ്പോൾ അത് ശരിയല്ല. അപ്പോൾ ആരംഭപ്പടി ആർത്ഥോ ജിജ്ഞാസുഹു അർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, ചതുർവിധാ ഭജന്തേ മാം ജനാഹ സുകൃതിനോർജുന. 4 വിധത്തിൽ ഭക്തന്മാരുണ്ട്. ഒന്ന്, എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഭഗവാന്റെ അടുത്ത് വരിക. അത് നല്ലതാണ്, കുഴപ്പമില്ല. കാരണം അവരുടെ അടുത്തും ഇവരുടെ അടുത്തും പറയാതെ ഈശ്വരൻ്റെ അടുത്ത് പറഞ്ഞ് കരയാൻ തോന്നിയല്ലോ. ഭഗവാന്റെ അടുത്ത് വന്ന് തൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറഞ്ഞ് കരയാൻ തോന്നുന്നുണ്ടല്ലോ, നന്നായി. അപ്പോൾ ഈശ്വര വിശ്വാസമെങ്കിലും വന്നുവല്ലോ. പിന്നെ ജിജ്ഞാസു, അറിവിന് വേണ്ടി, പിന്നെ പണത്തിന് വേണ്ടി, ഇങ്ങനെയൊക്കെ ഭക്തി ചെയ്യും. അവസാനമാണ് ജ്ഞാനി. ജ്ഞാനിയും ഉയർന്ന ഭക്തൻ, ഭഗവാൻ എൻ്റെ ആത്മാവാണ്, എൻ്റെ സ്വരൂപമാണെന്ന് അറിഞ്ഞാണ്. അതിൻ്റെ നടുക്കാണ് ഉത്തമ ഭക്തി വരുന്നത്. നമുക്ക് ഭഗവാന്റെ അടുത്ത് അനിർവചനീയമായ ഭക്തി, ഒരു കാരണത്തിന് വേണ്ടിയിട്ടുമല്ല, ഭക്തിയുടെ സുഖം കിട്ടിയത് കൊണ്ട് ഭക്തി. ശുദ്ധമായ പ്രിയം ഈശ്വരൻ്റെ അടുത്ത്, അങ്ങനെയുള്ള ഭക്തി. അത്തരത്തിലുള്ള ഒരു ഭക്തി ഹൃദയത്തിൽ വന്നാൽ നമ്മൾ സന്തോഷിക്കാൻ അറിയും. ഭഗവൻ നാമം ജപിച്ച് സന്തോഷിക്കുക. ഈ മനസ്സിനെ പരിപാകപ്പെടുത്തിയെടുത്ത് ഇപ്പം മനസ്സിലാണല്ലോ വിഷമങ്ങളൊക്കെ ഇല്ലേ? പല ആളുകളും പറയും പുറത്ത് ഒരു കുഴപ്പമില്ല, വിചിത്രമായ ഒരു കൂട്ടരാണ്. ചിലർ പറയും മക്കൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു, ശരീരത്തിന് വയ്യ. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇങ്ങനത്തെ വിഷമങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ചിലരുടെ അങ്ങനെയല്ല. ചിലർ പറയണത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഒക്കെ നന്നായിട്ടിരിക്കണം, കാരണമില്ലാത്ത ഉള്ളിലൊരു ഒരു വിഷമം.
എന്തുകൊണ്ടെന്ന് അറിയില്ല, ഉള്ളിൽ വല്ലാത്തൊരു വേദന. അപ്പോൾ കഷായസ്ഥിതി എന്നാണ് ഇതിന് യോഗശാസ്ത്രത്തിൽ പറയുക. പക്ഷെ യോഗശാസ്ത്രം ഒന്നും വേണ്ട, ഒരുപാട് പേരുണ്ട്, നല്ല പണക്കാരാണ്, ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാം ഉണ്ട്, മനസ്സിലൊരു സമാധാനമില്ല, ഒരു ശാന്തിയില്ല. അപ്പോൾ മനസ്സ് ഒന്ന് തീരുമാനിച്ചാൽ മതി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ. അത് ശരിയില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും സമാധാനം ഉണ്ടാവില്ല. പുറത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ ശ്രമിക്കണം, പക്ഷേ അതുകൊണ്ട് സമാധാനം വന്നുകൊള്ളണമെന്നില്ല. ഉള്ളില് സന്തോഷം വരണമെങ്കിൽ ആനന്ദം, ഭക്തിക്ക് ലക്ഷണം അതാണ്. ഭഗവാൻ ഗീതയിൽ ഒരു ലക്ഷണം പറയുന്നത് ഭക്തിക്ക് സന്തുഷ്ട സതതം എന്നാണ്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ആളാണ് ഇത്രയും ഭക്തൻ. ആ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നോക്കിയാൽ എവിടെ അടുത്തെത്തിയിട്ടില്ല എന്ന് തോന്നും അല്ലേ. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, എന്ത് കിട്ടിയാലും ശരി, കിട്ടിയിട്ടില്ലെങ്കിൽ ശരി, എതിർച്ചാലാഭ സന്തുഷ്ട. ഒന്നും പ്രതീക്ഷിക്കാതെ എതിർച്ചയാ എന്ത് കിട്ടിയോ അതുകൊണ്ട് സന്തോഷം, നന്നായി. അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന ആളാണ് ഭക്തൻ എന്നാണ് ഭഗവാൻ 12ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നത്. ഭക്തൻ ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ആരെയും വെറുക്കാൻ സാധിക്കില്ല. അദ്വേഷ്ട സർവഭൂതാനം, തനിക്ക് ഉപദ്രവിച്ച ആളെയും വെറുക്കാൻ പറ്റില്ല. പിന്നെ മൈത്ര, എല്ലാവരുടെ അടുത്തും ഒരു കൂട്ടാണ്, ഫ്രണ്ട്ഷിപ്പ്. ഇന്ന ആൾ, ഇയാൾ വേറെ ഇയാൾ വേറെ ഒന്നുമില്ല, എല്ലാവരുടെ അടുത്തും സമം. പിന്നെ അങ്ങോട്ട് ചെന്ന് ഉപകാരം ചെയ്യുക, കരുണയേവച്ച, കാരുണ്യം. ഈ 3 ലക്ഷണങ്ങളാണ് വളരെ പ്രധാനം. ഒരു ബുദ്ധ ഭിക്ഷു നമ്മളെ കാണാൻ വന്നിരുന്നു തിരുവണ്ണാമലയിൽ. നല്ല ഭിക്ഷു. അദ്ദേഹം ഒരു വലിയ ബുദ്ധവിഹാരത്തിലെ ഭിക്ഷുവാണ്. അപ്പം അവരുടെ ഇങ്ങനെ നിത്യമായ റൂട്ടീനൊക്കെ ഞാൻ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറയണത് മുഖ്യമായ ഒരു റൂട്ടീൻ എന്താണെന്ന് വെച്ചാൽ ധ്യാനമാണ്. അപ്പം എന്താ ധ്യാനിക്കുക എന്ന് വെച്ചാൽ ഈ ലക്ഷണമാണ്, അദ്വേഷ്ട സർവഭൂത. അപ്പം ഗീതയല്ല, അവർക്ക് ഗീതയില്ലല്ലോ, പക്ഷേ ഇത് യോഗശാസ്ത്രമാണ്. ബുദ്ധൻ ഉപദേശിച്ചിരിക്കുന്നതൊക്കെ യോഗമാണ്. അപ്പോൾ മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ എന്ന് ബുദ്ധൻ പറയുന്നുണ്ട്. ഇത് അപ്പടി യോഗശാസ്ത്രമാണ്, പതഞ്ജലി യോഗശാസ്ത്രമാണ്. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ. മനസ്സ് പ്രസന്നമാവണമെങ്കിൽ, മനസ്സിനൊരു സമാധാനം ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ സന്തോഷമായിട്ടിരിക്കണവരുടെ അടുത്ത് കൂട്ടുണ്ടാവണം. അതാണ് നമ്മൾ പറയുന്നത് സത്സംഗം, ഭക്തന്മാരുടെ കൂട്ട്. പിന്നെ കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ കരുണ തോന്നണം. ഈ കരുണ തോന്നുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു പ്രസന്നത വരുമെന്നാണ് പതഞ്ജലി. വലിയ മനഃശാസ്ത്രജ്ഞൻ പതഞ്ജലിയാണ്. പതഞ്ജലിക്ക് മേലെ ഒരു മനഃശാസ്ത്രജ്ഞനൊന്നുമില്ല. അപ്പോൾ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ ആദ്യത്തേത് വെറുക്കാൻ പാടില്ല. കാരണം ഒരാളെ വെറുത്താൽ നമ്മുടെ മനസ്സാണ് കുഴപ്പമാവുക. മഹാരാഷ്ട്രത്തില് ഒരു മഹാത്മാ ഉണ്ടായിരുന്നു, ഏകനാഥ് മഹാരാജ്. വലിയ ഭാഗവതക്കാരനായിരുന്നു, ഭാഗവതത്തിന് വ്യാഖ്യാനമൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഏത് നാട്ടിലാണെങ്കിലും നാട്ടുകാര് ആ നാട്ടിലുള്ളവരൊന്നും ആരാധിക്കില്ലല്ലോ. അപ്പോൾ അതിൽ വെറുക്കുന്നവരുണ്ടാവും, ഉപദ്രവിക്കുന്നവരുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പം ആ നാട്ടിൽ കുറേ ആളുകൾ കൂടെ ചേർന്നു ഒരു തീരുമാനിച്ചു, ഇദ്ദേഹത്തിന് ദേഷ്യമേ വരില്ല, ഇദ്ദേഹത്തിന് ആരെയും വെറുക്കാൻ സാധിക്കില്ല എന്ന് പ്രസിദ്ധമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒന്ന് ദേഷ്യപ്പെടുത്തിയിട്ട് തന്നെ കാര്യം. ഇങ്ങനെയൊക്കെ തോന്നും ആളുകൾക്ക്. കൃഷ്ണനെ കൊണ്ട് ആയുധമെടുപ്പിക്കും എന്ന് ഭീഷ്മർ പ്രതിജ്ഞ ചെയ്ത പോലെ ദേഷ്യപ്പെടുത്തിയിട്ട് തന്നെ കാര്യം. അപ്പോൾ അവരതിനൊരു വഴി കണ്ടുപിടിച്ചത്, ഒരു പശുവിനെ മേയ്ക്കുന്ന ഒരാൾ, ഒരു മുസ്ലിം ആയിരുന്നു വേണം, അയാൾക്ക് ഇത്തിരി പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, തനിക്ക് പണമൊക്കെ തരാം, താനൊരു കാര്യം ചെയ്യണം, ഈ ഏകനാഥ് ഉണ്ടല്ലോ അദ്ദേഹത്തിന് ദേഷ്യം പിടിപ്പിക്കാം, അപ്പോൾ തനിക്ക് എത്ര വേണമെങ്കിൽ പണം തരാമെന്ന് പറഞ്ഞു. അയാൾക്ക് ഇപ്പം ഇദ്ദേഹം ആരാണ് എന്താണെന്ന് ഒന്നും അറിയില്ല. ഇദ്ദേഹം ഗോദാവരിയിൽ കുളിച്ചു വരുമ്പോൾ അദ്ദേഹം വായി നിറച്ച് ഈ പാൻപരാഗ് ഉണ്ടല്ലോ, വെറ്റില, അതുപോലത്തെ സാധനമൊക്കെ ഇട്ടിട്ട് അതിൽ നല്ലവണ്ണം ചോപ്പിച്ച് ഇദ്ദേഹം കുളിച്ചു വരുമ്പോൾ മുഖത്ത് തുപ്പി. ഇദ്ദേഹം വിചാരിച്ചു ആരാണെങ്കിലും ഉടനെ ദേഷ്യപ്പെടും. അദ്ദേഹം ഒന്നും പറയാതെ ഏകനാഥ് തിരിച്ചു പോയിട്ട് ഗോദാവരിയിൽ കുളിച്ചിട്ട് വന്നു. അപ്പോഴേക്കും ഇയാൾ റെഡി ആയിട്ടിരുന്നു, ദേഷ്യപ്പെടുത്തിയിട്ട് തന്നെ കാര്യം കുറേ വെച്ചിട്ടുണ്ട്.
അത് വീണ്ടും വായിലിട്ട് ചവച്ച് തിരിച്ചു വരുമ്പോൾ വീണ്ടും തുപ്പി. ആ കഥ പറയണത് 27 പ്രാവശ്യം കുളിപ്പിച്ചു എന്നാണ് രാവിലെ. 27 പ്രാവശ്യം തുപ്പിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനും മതിയാവുമല്ലോ. അവസാനമാകുമ്പോൾ അയാള് മനസ്സിലായി ഇദ്ദേഹം ഒരു ഫക്കീറാണ്, ഒരു മഹാത്മാവാണ്, ഞാൻ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്, എന്നെ കൊണ്ട് ഇവര് ചെയ്യിപ്പിക്കുകയാണ് തോന്നിയതോടുകൂടെ അയാൾ കാലിൽ വീണ് നമസ്കരിച്ച് ഞാൻ വലിയ അപരാധം ചെയ്തു, പക്ഷെ എനിക്കൊരു ആശ്ചര്യം, ഇത്രയധികം ഞാൻ ചെയ്തിട്ടും അങ്ങ് ദേഷ്യപ്പെട്ടില്ലല്ലോ. അതെന്താ അതിൻ്റെ രഹസ്യം? ഏകനാഥൻ പറഞ്ഞു അത്രേ, നോക്കൂ ഞാനേ നീ തുപ്പിയതുണ്ടല്ലോ അത് പോയി ഗോദാവരി കുളിച്ച പോകും, അത്രേ വേണ്ടൂ. അത് നിന്റെ ഒരു പ്രിയം കാരണം എനിക്ക് 27 പ്രാവശ്യം ഈ നദീ സ്നാനം കിട്ടി. അവർ ഗംഗാസ്നാനം എന്നാ പറയാതെ, ഗംഗാസ്നാനം കിട്ടി. പക്ഷേ ഞാൻ ദേഷ്യപ്പെട്ട വെറുത്താൽ എൻ്റെ ഉള്ളിൽ വരുന്ന ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, അത് ഞാൻ എത്ര പ്രാവശ്യം ഗോദാവരിയിൽ പോയി കുളിച്ചാലും പോവില്ല. അപ്പോൾ നമ്മൾ വേറെ ആരെങ്കിലുമൊക്കെ വെറുക്കുമ്പോൾ, ദ്വേഷിക്കുമ്പോൾ അവർക്ക് അറിയില്ല ഇല്ലേ? അവർക്ക് അറിയോ? വേണമെങ്കിൽ നമ്മൾ പറയണം സൈക്കിക്കായിട്ട് അവർക്ക് എന്താ അങ്ങനെയൊക്കെ ഉണ്ടായാലേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ പറഞ്ഞ ഏട്ടാ ഇങ്ങനെ ഇരിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് പോകും. അവർ ചിലപ്പോൾ അമ്പലത്തിൽ വന്ന് നമുക്ക് വേണ്ടി വഴിപാടും കഴിച്ചിട്ട് പോകും. അവർ സന്തോഷമായിട്ടിരിക്കും. നമ്മളോ അവരെ പറഞ്ഞ് വെറുത്ത് അല്ലേ? ഇപ്പൊ നമ്മളിവിടെ ഇരുന്നിട്ട് മന്ത്രിമാരെയും പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എല്ലാവരും ചീത്ത വിളിക്കും. അവർക്ക് വല്ലതും അറിയോ? അവരറിയാൻ തുടങ്ങിയ എന്തായിരിക്കും സ്ഥിതി ആലോചിച്ച് നോക്കും. നാട്ടുകാർ മുഴുവൻ എന്തായാലും കുറേ ആളുകൾ ചീത്ത വിളിക്കണ്ടാവും, എല്ലാവരും ഒന്നും നല്ലത് പറയില്ല. അവർക്ക് ഇതൊക്കെ അവരെ അഫക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാലേ പിന്നെ അവർ ജീവിക്കാനേ പറ്റില്ല. നമ്മളൊക്കെ കൂടെ ചേർന്ന് കൂട്ടത്തോടെ ശപിച്ചാൽ മതി. അപ്പോൾ ഇതൊന്നും അവർക്കറിയില്ല. പക്ഷെ നമ്മളുടെ മനസ്സുണ്ടല്ലോ, നമ്മൾ ആരെയോ ഒരാളെ കൽപ്പിച്ച് അയാളെ വെറുക്കുകയും ദേഷ്യപ്പെടുകയും അവർ നശിച്ചു പോട്ടെ എന്നൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ച് നമുക്ക് സമാധാനമില്ല, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, നമുക്ക് ശാന്തിയില്ല. അപ്പോൾ മനസ്സ് പ്രസന്നമായിട്ടിരിക്കണമെങ്കിൽ, എന്തിനു പറയണു, രാത്രി കിടന്ന ഉറക്കം വരണമെങ്കിൽ തന്നെ ഒരാളെ ഉള്ളിൽ വെക്കാൻ പാടില്ല, ഒന്നും ഉള്ളിൽ കയറ്റി വെക്കരുത്. അതിന് ആദ്യത്തെ പടിയായിട്ട് ഭക്തിയിൽ പറഞ്ഞു അദ്വേഷ്ട സർവഭൂതാനാം. ഇനിയിപ്പോൾ കുറച്ച് അത് വെറുത്തിട്ടില്ലെങ്കിലുണ്ടല്ലോ ഒന്നും ഉള്ളിൽ വരില്ല. രണ്ടാമത്തത് സന്തോഷം വേണമെങ്കിൽ നാട്ടുകാർ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒന്ന് വർത്തമാനം പറയുക. മനുഷ്യര് ആധുനികതയിലേക്ക് വളരും തോറും അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നുകൊണ്ടേ പോവാണ്. അടുത്ത വീട്ടിൽ ആരായിരിക്കണം എന്നറിയില്ല. ഞാനിപ്പോൾ വയനാട്ടിൽ നിന്നാണ് വരണതേ. വളരെ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേരെ കണ്ടു. ഇങ്ങോട്ട് വന്ന് വർത്തമാനം പറയുക, ഇങ്ങോട്ട് വന്ന് എവിടുന്നാ വരണമെന്ന് ചോദിക്കുക, അവരുടെ വീട്ടുകാരിയൊക്കെ നമ്മളോട് പറയുക. നമ്മളൊന്നും ചോദിക്കൊന്നും വേണ്ട, നമുക്ക് തോന്നും അവരുടെ വീട്ടുകാരിയൊക്കെ നമ്മളോട് വന്ന് പറയുക. ഇങ്ങനെ അപ്പോൾ ആ മനുഷ്യന് മൈത്രീഭാവം, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെന്ന് ചെയ്തു കൊടുക്കുക. ഞങ്ങളൊരു വഴി തെറ്റി, കാറിൽ വിഷയം ഉണ്ടായിരുന്നു. വഴി തെറ്റിയതല്ല, ഞങ്ങളൊരു വഴിക്ക് പോയി. അപ്പോൾ പുറകെ ഒരു ജീപ്പ് ഫോളോ ചെയ്ത് വരിക. വന്ന് ഞങ്ങളെ നിർത്തിയിട്ട് അവർ പറയാ, ഞങ്ങൾ തമിഴ്നാടാണെന്ന് വിചാരിച്ചു, കാരണം നമ്മുടെ വണ്ടി തമിഴ്നാട് രജിസ്ട്രേഷനാണ്. അവർ വന്ന് പറഞ്ഞു, നിങ്ങൾ ഈ വഴിക്ക് പോയാൽ പെടും കേട്ടോ, റോഡ് മോശം. അത് പറയാനാണ് ഞങ്ങൾ പുറകെ ഓടിച്ചു വന്നു. അവർ വരേണ്ട ആവശ്യമൊന്നുമില്ല, ആരോ പോട്ടെ എന്തോ പെടട്ടെ എന്ന് വിചാരിക്കാം അല്ലേ? മൈത്ര. ഇത് ചെയ്യുന്ന ആളുകൾക്കൊരു സന്തോഷം വരും. മറ്റുള്ളവർക്ക് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴേ ഉള്ളിലൊരു സന്തോഷം വരും. നമ്മളാണ് ബെനിഫിറ്റഡ് ആവണത്. അവർ ബെനിഫിറ്റഡ് ആയോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി. നമുക്കുള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പം അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര. പിന്നെ കരുണ. കരുണ എന്ന് വെച്ചാൽ ഒരാൾ വിഷമിക്കണ കാണുമ്പോൾ ഡൈനാമിക്കാണ്. ഇപ്പം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയണത് വെറുതെ കണ്ടിട്ട് നന്നായിട്ടിരിക്കണമെന്ന് ചോദിച്ചാൽ മതി. കരുണ എന്ന് പറയുന്നത് അങ്ങോട്ട് ചെന്ന് ഉപകാരം ചെയ്യുക. ഈ 3 ലക്ഷണങ്ങൾ ആ ബുദ്ധഭിക്ഷു പറഞ്ഞ കഥയാണ് ഞാൻ പറഞ്ഞത്. ഭാഗവതത്തിൽ പറഞ്ഞു, ഈ 3 ഭക്തന്റെ ലക്ഷണമായിട്ട് പറഞ്ഞു. ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷത്സുച പ്രേമ മൈത്രി കൃപ ഉപേക്ഷ യക്കരോതി സമധ്യമ. ഈശ്വരൻ്റെ അടുത്ത് ഭക്തി, നമ്മൾ പിന്നെ വരാം അതിലേക്ക്.
രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാൽ ഭഗവത് ഭക്തന്മാരുടെ സംഘം. അപ്പോഴാണ് ഭക്തി പോഷണമാവുക. ഭഗവത് കഥകൾ കേൾക്കുകയും ഭഗവത് സ്തോത്രങ്ങൾ ചൊല്ലുകയും ഭാഗവതമോ ഇതൊക്കെ ശിവഭക്തി സ്തോത്രങ്ങളൊക്കെ ചൊല്ലുക, അത് സംഘം. പിന്നെ ഭക്തി ഇല്ലാത്തവരോട് കൃപ, അവർക്കും ഇത് കിട്ടണം തോന്നാം. പിന്നെ ചിലർ ഉപദ്രവിക്കാനുണ്ടാവും, അവരോട് ഉപേക്ഷ. എന്താണെന്ന് വെച്ചാൽ അവരോട് നമ്മൾ തിരിച്ച് ചെയ്യാൻ പോയാൽ നമ്മുടെ മനസ്സ് സമാധാനം ഇല്ലാതാവും. അവരെ അങ്ങോട്ട് മറന്നു കളയാൻ പഠിക്കണം. ഈ ദ്വേഷിക്കുന്നവരും പ്രശ്നക്കാരും ഒക്കെ ഉണ്ടാവും, അവരൊന്നും ഉള്ളിൽ കയറ്റരുത്. അവരെ മറന്നു കളയാൻ പഠിക്കണം. ഉപേക്ഷ പതഞ്ജലി പറയുന്ന വഴിയാണത്. നിങ്ങൾക്ക് സമാധാനം വേണോ? കാരണം ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, നിങ്ങൾ തിരിച്ച് ചെയ്താൽ അവർ പിന്നെയും തിരിച്ച് ചെയ്യും, നിങ്ങൾ തിരിച്ച് ചെയ്യും. ജീവിതം മുഴുവൻ ഇതിനെ നേരെ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ അവരൊരു വാക്ക് പറയും, രാത്രി ഉറങ്ങില്ല, ഇല്ലേ? നിങ്ങളെന്തോ ഇത് തീർത്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് ബഹളത്തിന് പോയതാണ്. അവിടെ അവരെന്തെങ്കിലുമൊക്കെ പറയും, അതും കൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരിക. രാത്രിത്തെ ഉറക്കം പോയി. ഇപ്പം ആർക്കാ നഷ്ടം? നമുക്ക് തന്നെയാണ്. അവർക്കും ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മൾ നഷ്ടപ്പെട്ടു. അപ്പോൾ പുറത്ത് ഉള്ള ഈ സാധനങ്ങളെ വെറുപ്പിക്കുന്നതൊന്നും ഉള്ളിലേക്ക് കയറ്റരുത്. ഇത് ഭക്തിയുടെ ലക്ഷണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മനസ്സിനെ വെറുപ്പില്ല, മൈത്രീഭാവം, കരുണ, ഞാൻ, എൻ്റെ എന്നുള്ളതൊക്കെ, ഇതൊക്കെ ഭക്തന്റെ ലക്ഷണം. ഇതൊന്നും ഇല്ലായ്മ. ഇതൊക്കെ ഭക്തന്റെ ലക്ഷണമായിട്ട് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. ഇത് തന്നെയാണ് പതഞ്ജലി യോഗിയുടെ ലക്ഷണമായിട്ട് പറഞ്ഞത്. നമ്മൾ യോഗ എന്ന് വെച്ചാൽ ശീർഷാസനവും പദ്മാസനവും ഒക്കെയാണ്. അത് ഫിസിക്കലാണ്, ശാരീരികമാണ്. ശരിക്കും യോഗം എന്ന് പറയുന്നത് ചിത്തത്തിൻ്റെയാണ്. അപ്പം ഭക്തി യോഗമാണ്. പ്രിയം കൊണ്ട്, സ്നേഹം കൊണ്ട് ഉണ്ടാവുന്ന യോഗം. എളുപ്പമാണത്. ഒരു കുട്ടിക്ക് അമ്മയുടെ അടുത്ത് മനസ്സ് പോകുന്ന പോലെ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് പോകുന്ന പോലെ, ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ പറയും. അതുപോലെ ഭഗവാന്റെ അടുത്ത് മനസ്സ് നമ്മൾ യത്നിക്കാതെ ഭഗവത് ധ്യാനത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് ഭക്തി യോഗം. അപ്പോൾ മനസ്സിനെ ഭഗവാൻ അർപ്പിക്കുക, മനസ്സിനെ ശുദ്ധമാക്കുക, മനസ്സിനെ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കിയെടുക്കുക. ഇതാണ് നമ്മൾക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. ഇതിനൊരു വ്രതം എടുക്കണം. ഏവം വ്രത എന്ന് ഭാഗവതം പറയണു. ഇനി ലൈഫിൽ ഇതാണിപ്പോൾ അച്ചീവ്മെന്റ്. ഇനിയുള്ള കാലം സന്തോഷമായിട്ടിരിക്കണം. ഇനിയുള്ള കാലം സമാധാനമായിട്ടിരിക്കണം. ഭഗവത് ആരാധനയോടുകൂടെ ഇരിക്കണം. റിട്ടയർ ആവുമ്പോഴൊക്കെ മനുഷ്യന് ഇതൊരു വലിയ ഉത്സാഹമാണ്. ചിലരൊക്കെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത ആളുകൾ പറയുന്നുണ്ട്, ഭാഗവതം വായിക്കലും ഒക്കെ പഠിച്ചിട്ട് ഇനി റിട്ടയർ ആവാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയെന്നാണ്. രാവിലെ ആയാൽ അമ്പലത്തിൽ പോവുക, നാമം ജപിക്കുക, നല്ല സദ്ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുക, ജപം ചെയ്യുക, സന്തോഷമായിട്ട്. ചിലർക്ക് പറയുന്നുണ്ട് തനിച്ചിരിക്കാൻ നല്ല സന്തോഷമാണ്, ഒരു കംപ്ലൈൻ്റ് ഇല്ല, മക്കളൊക്കെ അമേരിക്കയിലുണ്ട്, വിളിച്ചാൽ ഞങ്ങൾ പോലെയാണ്. കാരണം അവിടെ പോയി കഴിഞ്ഞ് ഇനി ചിലർ പറയണു അവിടെ പോയാലും കുഴപ്പമില്ല. കാരണം അവിടെയും കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല, എങ്ങോട്ടും പോകാൻ പറ്റില്ല, അവർ കൂട്ടിക്കൊണ്ട് പോയാലേ പറ്റുള്ളൂ. അങ്ങനെ ചിലർ പറയണു അവിടെ പോയാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് സുഖമായിട്ട് ജപവും ധ്യാനവും ഒക്കെ ചെയ്ത് ആനന്ദമായിട്ട് എവിടെ ആണെങ്കിലും ഇരിക്കുന്നതാണ്. അപ്പം ഇത് ഭക്തൻ്റെ ഒരു ലക്ഷണമാണ്. ഏകാന്തമായിട്ട് സുഖമായിട്ട് ഭഗവാനെ ആരാധിക്കുക. ഭഗവാന് മനസ്സിനെ കൊടുക്കുക. ഭവതു ഭവദർത്ഥം മമ മനഃ. ശങ്കരാചാര്യർ പറഞ്ഞു, ഈശ്വരൻ്റെ അടുത്ത്, ശിവന്റെ അടുത്ത് ഞാൻ എന്താണ് അങ്ങേക്ക് തരിക? എല്ലാം അങ്ങയുടെ അടുത്തുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ അടുത്ത് ഇല്ലാത്തൊരു സാധനം എൻ്റെ കയ്യിലുള്ളത് ഈ മനസ്സാണ്. ഈ മനസ്സിനെ ഞാൻ ഇതാ ഭഗവാന് സമർപ്പണം ചെയ്യും. മനസ്സിന് ഭഗവാനെ എങ്ങനെ സമർപ്പണം ചെയ്യും? ഇത് കുരങ്ങാണ്. സദാ മോഹാട്ടവ്യാം ശരതി. ഇത് കിട്ടിയത് പോരാ, അത് കിട്ടിയത് പോരാ എന്ന് പറഞ്ഞ് മോഹമാകുന്ന കാട്ടില് ചലിക്കുകയാണ് ഈ കുരങ്ങ്. ആ കുരങ്ങിനെ ശിവന്റെ അടുത്ത് പറയാണ്, അങ്ങ് കിരാതനായിട്ട് ഭിക്ഷ എടുക്കാൻ പോണ ആളാണല്ലോ. മഹാദേവൻ, ഈശ്വരൻ ഭിക്ഷാടനമൂർത്തിയാണ്. ഞങ്ങൾക്ക് തിരുവണ്ണാമലയിലൊക്കെ കാർത്തിക ദീപത്തിന് ശിവന്റെ ഒരു മൂർത്തി, ഒരു ദിവസത്തെ എഴുന്നള്ളത്ത് ഭിക്ഷാടന മൂർത്തിയാണ്. നഗ്നനായ ഒരു മൂർത്തി അരുണാചലത്തിൽ എല്ലാ തെരുവിലും വന്ന് കടകളിലും വീടുകളിലും ഒക്കെ ഭിക്ഷ എടുക്കും സ്വാമി.
അവരൊക്കെ ഭിക്ഷ കൊടുക്കും. അപ്പോൾ ആ ഭിക്ഷാടനമൂർത്തി, അപ്പം ആ ശിവന്റെ അടുത്ത് പറയാണ്, ഒരു കുരങ്ങനെയും കൂടെ കൊണ്ടുപോയാൽ ഭിക്ഷ നല്ലവണ്ണം കിട്ടും. അതുകൊണ്ട് ഒരു നല്ല കുരങ്ങനെ ഞാൻ തരാം, എൻ്റെ മനസ്സ്. ഈ കുരങ്ങിനെ ഭക്തിയാകുന്ന കയറുകൊണ്ട് കെട്ടിയിട്ട് കയ്യിൽ വെച്ചോളാം. അവൻ എല്ലാ സർക്കസും കാണിക്കും. പറ്റിയ സാധനമാണ്. ഈ കുരങ്ങിനെ എടുത്തുകൊണ്ട് പോയിക്കോളൂ. സദാ മോഹാടവ്യാം ചരതി യുവതീനാം കുജഗിരൗ നടത്യാശാശാഖാസു അടതി ഝടിതി സ്വൈരമഭിതഃ കപാലിൻ ഭിക്ഷോ മേ ഹൃദയകപിം അത്യന്തചപലം ദൃഢം ഭക്ത്യാ ബദ്ധ്വാ ഭവദധീനം കുരു വിഭോ. ഭവദധീനം കുരു വിഭോ. ഈ മനസ്സ് ഭഗവാന്റെ അധീനത്തിലാവട്ടെ. അപ്പൊ നമ്മളുടെ അധ്യാത്മ സാധനയൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. മനസ്സിനെ ഭഗവാന്റെ കയ്യിൽ കൊടുക്കുക. അസാരേ സംസാരേ നിജഭജന ദൂരേ ജഡധിയാ ഭ്രമന്തം മാമന്ധം പരമകൃപയാ പാതും ഉചിതം. ഭഗവാനെ, ഒരു സാരമില്ലാത്ത ഈ സംസാരത്തിൽ, ഈ ജീവിതത്തിൽ ഭഗവത് ഭജനമില്ലാതെ ഞാനിങ്ങനെ അലയാണ്, വട്ടങ്ങിറങ്ങാണ്. അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കണം. എനിക്ക് ഭഗവത് ഭക്തി വേണം, ശിവഭക്തി വേണം. എനിക്ക് ശിവനാമത്തിൽ പഞ്ചാക്ഷരത്തിൽ രുചി തരൂ. പഞ്ചാക്ഷരി പഞ്ചരരഞ്ജിതാഭ്യാം. പഞ്ചാക്ഷരം എന്ന് പറയുന്ന കൂട്ടിൻ്റെ ഉള്ളില് ആ ശിവാനുഭവം എന്ന് പറയുന്ന രഹസ്യം വെച്ച് പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവത് ഭക്തി, ശിവഭക്തി വേണോ? പഞ്ചാക്ഷര ജപം ചെയ്യണം. പഞ്ചാക്ഷര ജപം എനിക്ക് തരൂ. പഞ്ചാക്ഷരത്തിന് ഉള്ളിൽ വെച്ചാൽ ശിവനെ ഉള്ളിൽ വെച്ചു. നടരാജാവിനെ തന്നെ പറയണത് പഞ്ചാക്ഷര രൂപനായിട്ടാണ്. 5 എൻഡാണ് ആ നടരാജാവിന്റെ മൂർത്തി. നോക്കിയാൽ ശിരസ്, വലത് കൈ, ഇടത് കൈ, കാല്, വലത് കാല്, ഇടത് കാല്, ഇതൊക്കെ കൂടിയിട്ട് പഞ്ചാക്ഷരമൂർത്തിയായിട്ടാണ് ചിദംബരത്തിൽ നടരാജാവിനെ പറയണത്. അപ്പൊ ആ പഞ്ചാക്ഷരത്തിനെ ഹൃദയത്തിൽ വെക്കാം. മാണിക്യവാചകർ പറഞ്ഞു, ശിവൻ എൻ്റെ ഹൃദയത്തിൽ വന്നു. ഏത് രൂപത്തിൽ വന്നു എന്ന് വെച്ചാൽ പഞ്ചാക്ഷര രൂപത്തിൽ വന്നു എന്നാണ്. ശിവായ നമവെന പെற்றேன். ഞാൻ ഒരു സാധനയൊന്നും ചെയ്തില്ല, തപസ്സൊന്നും ചെയ്തില്ല. നാനേയോ തപം ചെയ്തേൻ ശിവായ നമവെന പെற்றேன். തേനായിൻ അമുതമായി തിത്തിക്കും ശിവപെരുമാൻ താനേ വന്ന് എൻ ഉടം പുകുந்து அடியேற்கு அருள் செய்தான். ஊனாரும் உயிர் வாழ்க்கை ஒருத்தன்றே വെറുത്തിടവേ. ഞാനെയോ തപം ചെയ്ത്, ഞാനൊരു തപസ്സൊന്നും ചെയ്തില്ല. പക്ഷെ ഈശ്വരൻ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ ശിവായ നമഃ. രമണ മഹർഷിക്ക് അരുണാചലം. നമ്മുടെ രമണ മഹർഷി ജ്ഞാനിയായിട്ട് ജീവൻ മുക്തനായിട്ടൊക്കെ അറിയാം. പക്ഷെ മഹർഷിയുടെ ജീവിതം ആരംഭിക്കുന്നത് വളരെ സിമ്പിളാണ്. അദ്ദേഹം ഒരു പുസ്തകവും പഠിച്ചില്ല, ഒന്നും പഠിച്ചിട്ടില്ല. വീട്ടിലിരിക്കുമ്പോൾ ആരോ ഒരാൾ വന്നു, എവിടുന്ന് വരണമെന്ന് ചോദിച്ചു. അരുണാചലം. കഴിഞ്ഞു. ആ നാമം ചെവിയിൽ കേട്ടതും എല്ലാം മറന്നുപോയി. ഉള്ളില് ശിവ അനുഭവം, ശിവപ്രേമം ഉണ്ടായി. നമ്മളുടെ ശരീരത്തിന് ഒരു പേരുണ്ട്, പിണ്ഡം എന്നാണ് പേര് ശരീരത്തിന്. പിണ്ഡം എന്ന് വെച്ചാൽ മാംസപിണ്ഡം, ഒരു ഫ്ലഷ് പാക്കറ്റാണല്ലോ അത്. ഭക്തന്റെ ശരീരവും പിണ്ഡമാണ്. പക്ഷെ ശിവപ്രേമ പിണ്ഡം, ശിവപ്രേമ പിണ്ഡം. ഗണപതി നല്ല വണ്ണുണ്ടല്ലോ അല്ലെ. ഗണപതിയെ ശങ്കരാചാര്യർ പറയണ സ്തുതിക്കുന്നത് ശിവപ്രേമ പിണ്ഡം ഭജേ വക്രതുണ്ടം. ശിവപ്രേമം ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇത്രയും ഗുണ്ടായിട്ട് എങ്ങനെയാ ഇരിക്കണെന്ന് വെച്ചാൽ ശിവപ്രേമ ഭുക്തിയ പുരുസ്ഥൂലകായം. ശിവപ്രേമം, നല്ല പഞ്ചസാര ഒരുപാട് കഴിച്ചാൽ തടിക്കുന്നതാണ്. ദിവസം പാൽപ്പായസമൊക്കെ വെച്ച് കഴിച്ചാൽ തടിക്കും. അപ്പോൾ ഗണപതി തടിച്ചത് ഈ പഞ്ചസാര കഴിച്ചിട്ടൊന്നുമല്ല, ശിവപ്രേമ ഭുക്തിയ, ശിവപ്രേമത്തിൻ്റെ മാധുര്യം അത് അനുഭവിച്ച് പുരുസ്ഥൂലകായം, നല്ല വണ്ണം വെച്ചു. അദ്ദേഹം വണ്ണം ഉണ്ടെങ്കിലും വലിയ യോഗ ടീച്ചറാണ്. ഔവയാർ പറയണു, യോഗശാസ്ത്രം മുഴുവൻ എനിക്ക് പഠിപ്പിച്ചു ഗണപതി എന്നാണ്.
ഔവയാറുടെ ഗുരു ഗണപതിയാണ്. അപ്പം അവര് ആ അമ്മ തമിഴ്നാട്ടിൽ ഉള്ള മഹാത്മാക്കളിൽ വളരെ വളരെ മൂത്ത ആളാണ്. അവർ വലിയ കവിയുമാണ്. ഒരു സഭയിൽ വെച്ച് ഒരു വലിയ തമിഴ് കവിയെ എല്ലാവരും സ്തുതിച്ചു, ഒരുപാട് സ്തുതിച്ചു. അപ്പോൾ ഔവയാർ പറഞ്ഞു, ഈ തിരുവള്ളുവർ ഉണ്ടല്ലോ, തിരുവള്ളുവർ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. തിരുവള്ളുവർ എഴുതിയത് എന്താ അറിയോ? എന്താ? തിരുക്കുറൾ. തിരുക്കുറൾ. ഈ തിരുക്കുറലിനെ സഭയിൽ എല്ലാവരും ഏൽക്കാനായിട്ട് ഇവർ വാദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, തിരുക്കുറൽ 2 ലൈനേ ഉള്ളൂ, അത് ഏൽക്കാൻ പറ്റില്ല. അതിലെന്താ ഉള്ളതെന്നല്ല നോക്കണത്, അതിനകത്തുള്ള എസൻസിനെ നോക്കാതെ ആ കവികൾ എന്ന് പറയുന്ന പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞു 2 വരിയുള്ള ഈ വെൺപ അത് ഏൽക്കാൻ പറ്റില്ല. അവർ പറഞ്ഞു, നോക്കൂ, നിങ്ങളൊക്കെ അഹങ്കാരികളാണ്. ഇവർ വയസ്സായ വൃദ്ധയാണ്, ആര് വേണമെങ്കിൽ ചെയ്ത് പറയല്ലോ. ചില വയസ്സായ അമ്മമാരെ വീട്ടിലുണ്ടെങ്കിലുണ്ടല്ലോ തീയില്ലാതെ പോകും. അപ്പം അതുപോലെ ഇവർ നല്ല വായാണ്. അപ്പം ഇവർ പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് എന്ത് സാധിക്കും എന്ന് ചോദിച്ചു. അപ്പം ആ കവികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ കവിത എഴുതാൻ പറ്റും, ഇങ്ങനെ കവിത എഴുതാൻ പറ്റും, ഇത് എഴുതാൻ പറ്റും, അത് എഴുതാൻ പറ്റും. അപ്പം അവർ പറഞ്ഞു, തൂക്കണാങ്കുരുവിയെ പോലെ കൂട് കെട്ടാൻ പറ്റുമോ? ഒരു തൂക്കണാങ്കുരുവി എത്ര ഭംഗിയായിട്ടാണ് ഒരു കൂട് ഉണ്ടാക്കുന്നത്, അത് സാധിക്കുമോ നിങ്ങൾക്ക്? എല്ലാം എന്നെ കൊണ്ട് സാധിക്കും, ഇത് സാധിക്കും, അത് സാധിക്കും പറയണം. ഒരു കൊച്ചു പക്ഷി അത് കൂട് കെട്ടുന്ന പോലെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പോൾ എന്തിലും അതിലുള്ള സാരമായ വിഷയത്തിനെ കാണണം എന്ന് പറഞ്ഞ് അവര് വാദിക്കുകയാണ് അവിടെ. അപ്പം ഈ ഔവയാർ അവരുടെ ഒരുപാട് കൃതികളുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു കൃതിയാണ് വിനായകരാഹ്വർ. ഈ ഗണപതിയെ സ്തുതിച്ചുകൊണ്ടാണ്. അത് മുഴുവൻ യോഗശാസ്ത്രമാണ്. നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ പോയി സെർച്ച് ചെയ്താൽ കാണാം. MS സുബ്ബലക്ഷ്മിയൊക്കെ പാടിയിട്ടുണ്ട് വിനായകരാഹ്വർ. അപ്പം അത് മുഴുവൻ യോഗശാസ്ത്രമാണ്. അപ്പം അതിൽ പറയുന്ന ഗണപതി അവർക്ക് ഉപദേശിച്ചു. അവർ ചെറുപ്പത്തിൽ അച്ഛൻ ആരാണോ അമ്മയാണോ ആരാണെന്ന് അറിയാത്ത ഒരു കുട്ടി, നമ്മുടെ ഐതിഹ്യമാലയൊക്കെ നോക്കിയാൽ ഈ പറച്ചിപറ്റ പന്തിരുവര് കഥയിൽ അവരും ഒരാളാണ്. ചിലതിൽ അവർ വരും, ചിലതിൽ കാരയ്ക്കാലമ്മയാർ വരും. ഈ കഥകളൊക്കെ മാറി മാറി വരും. അപ്പം അവരെ അങ്ങനെ കിട്ടിയതാണ്. ഒരു ദമ്പതിയെ എടുത്ത് വളർത്തി വലുതായി ഒരു 16 വയസ്സ് കഴിഞ്ഞത് കല്യാണത്തിന് തീരുമാനിച്ചു. അപ്പോൾ കല്യാണത്തിന് തീരുമാനിച്ച് എല്ലാം ആയപ്പോൾ ഇവർക്ക് ആ വാർത്ത ചെവിയിൽ വീണു. അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ഗണപതി ഉണ്ട്. ആ ഗണപതിയുടെ അടുത്ത് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് വേറെ ആരാണ് ഗുരു ഒന്നും അറിയില്ല, അവിടുന്നാണ് എൻ്റെ ദൈവം, എൻ്റെ ഗുരു എല്ലാം. എനിക്ക് കല്യാണം വേണ്ട, ഞാൻ ഈ കല്യാണത്തിന് വേണ്ടി ജനിച്ചതല്ല, എനിക്ക് അച്ഛൻ ആരാണോ അമ്മ ആരാണെന്ന് ഒന്നും അറിയില്ല, ഞാൻ ജനിച്ചിരിക്കുന്നത് ഭഗവത് സാക്ഷാത്കാരത്തിനാണ്. അതുകൊണ്ട് ലോകത്തിന് മുഴുവൻ ഈ ഭഗവത് ഭക്തി കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. ഇതപ്പോൾ കല്യാണം തീരുമാനിച്ചു, വരൻ്റെ വീട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പം അയാൾ കാണാൻ വരും. അതിനു മുമ്പ് എന്നെ ഒന്ന് വയസ്സാക്കി വൃദ്ധയാക്കിയേക്കൊന്നു. ഇപ്പം നോക്കൂ, നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെറുപ്പമാവാൻ എന്താ വഴിയെന്നപ്പോൾ നോക്കണേ. വയസ്സായ ആളുകളൊക്കെ ചെറുപ്പമാവാൻ എന്താ വഴി? ചെറുപ്പക്കാരെ പോലെയൊക്കെ വസ്ത്രമൊക്കെ കൊടുത്ത് ചെറുപ്പം പോലെ തോന്നുമെന്നാണ് നോക്കണത്. അപ്പം ഈ അമ്മ പറഞ്ഞു, എനിക്ക് ഒരു വയസ്സായ ഒരു വൃദ്ധയുടെ രൂപം തരൂ. അങ്ങനെ ഗണപതി കൊടുത്തു അത്രേ. പിന്നെ ആരെയും കല്യാണം കഴിക്കുമോ? ഈ കല്യാണം കഴിക്കാൻ വന്ന ആൾ കാണുന്നത് കയ്യിലും കോലും ഒക്കെ ആയിട്ട് ഒരു തള്ള, ഒരു വയസ്സായ വൃദ്ധൻ നിൽക്കുന്നതാണ്. അപ്പം അവർക്ക് ഗുരു ഗണപതിയാണ്. അവരും വലിയ യോഗിനിയായിരുന്നു. ആ യോഗശാസ്ത്ര അനുഭവം, കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് ഗണപതി കാലുകൊണ്ട് ഇങ്ങനെ തട്ടി എന്നാണ് പറയണത്. കാലുകൊണ്ട് അങ്ങനെ എണീപ്പിച്ച് വിട്ട് ചിത്തത്തിനുള്ളേ ശിവലിംഗം കാട്ടി, ഛത്തത്തിനുള്ളേ സദാശിവം കാട്ടി. ഛത്തം എന്ന് വെച്ചാൽ ശബ്ദം. ശബ്ദത്തിന് ഈ സാധാ തമിഴ്, നമ്മൾ വർത്തമാനം പറയുന്ന തമിഴിലൊക്കെ ഛത്തം എന്ന് പറയും. അപ്പം ആ പദമാണ് പ്രയോഗിക്കുന്നത്. അപ്പം ഛത്തത്തിനുള്ളേ സദാശിവം കാട്ടി എന്ന് വെച്ചാൽ
ഒരു ഗുരു ഒരു മന്ത്രം ഉപദേശിക്കുമ്പോൾ അതിനകത്ത് ആ അനുഗ്രഹ ശക്തിക്ക് പേരാണ് സദാശിവം. ആ അനുഗ്രഹ ശക്തി പ്രവേശിക്കുകയാണ്. ഗുരു ഉപദേശമായ ഒരു മന്ത്രം വരുമ്പോൾ ജീവൻ ആ മന്ത്രം കിട്ടിയാൽ മതി, സാക്ഷാത്കാരം ഉണ്ടാവും. ആ മന്ത്രം ഉള്ളിൽ പോയാൽ അയാൾക്ക് ജ്ഞാനം ഉണ്ടാവും. അപ്പൊ ചത്തത്തിനുള്ളേ സദാശിവം കാട്ടി, ചിത്തത്തിനുള്ളേ ശിവലിംഗം കാട്ടി. ആ മന്ത്രം വെളിയിൽ വന്നത് ഉള്ളില് ശിവാനുഭവമാണ്, ഉള്ളില് ശുദ്ധ ചൈതന്യപ്രകാശമാണ്, ആത്മപ്രകാശമാണ്. ഇതൊക്കെ ഗണപതി കാണിച്ചു എന്ന് പറയണം. അപ്പൊ ഈ ഗണപതി വയസ്സായ തള്ളയെ പോലെ ഒരു മരത്തിന്റെ ചോട്ടിൽ അനങ്ങാതിരിക്കുകയാണ്. ഈ വയസ്സായ മുത്തശ്ശിയോ ചെറിയ കുട്ടിയെ പോലെ നാട് മുഴുവൻ ഓടി നടക്കുകയാണ്. രണ്ടുപേരും ഗുരു ശിഷ്യൻ. ശിഷ്യൻ ഗുരു വളരെ ചെറുപ്പമാണ്, പക്ഷെ ഗുണ്ടാണ്, അനങ്ങില്ല. ശിഷ്യയോ വളരെ വയസ്സായി, പക്ഷെ അവർ ഒരു ദിവസം പോലും ഒരു സ്ഥലത്ത് നിൽക്കാതെ യാത്രയാണ്. അപ്പോ ഈ രമണ മഹർഷി പോലും പറയുന്നുണ്ട് അക്ഷരമണമാലയിൽ, ഔവൈ പോൽ എനക്കുൻ അരുളൈ തന്തனை ആളുവത് ഉൻ കടൻ അരുണാചല. ഈ അരുണാചല ഔവയാർക്ക് എങ്ങനെ അനുഗ്രഹം ചെയ്തോ അതുപോലെ എനിക്ക് അനുഗ്രഹം ചെയ്യും. ശിവാനന്ദാശ്രമത്തിൽ ഒരിക്കല് ഒരു സത്സംഗം നടക്കായിരുന്നു. അപ്പൊ അവിടെ വയസ്സായ സ്വാമി വിമലാനന്ദ, ശിവാനന്ദ സ്വാമിയുടെ ഡയറക്റ്റ് ഡിസൈപ്പിൾ, നല്ല വലിയ മഹാത്മാ. അദ്ദേഹം എൻ്റെ അടുത്ത് ചെവിയിൽ വന്ന് പറഞ്ഞു, എനിക്ക് ക്യാൻ യു ഗിവ് എ ടോക്ക് ഓൺ ഔവയാറിനെ കുറിച്ച് കേൾക്കണം എന്നാണ്. വളരെ വിനയത്തോടു കൂടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേട്ട് എനിക്ക്, മഹാത്മാവ് 90 വയസ്സായി അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് നടക്കാനൊക്കെ വിഷമമുണ്ട്. വന്ന് സത്സംഗത്തിന് വന്നിരുന്നു. അന്നത്തെ ശിവാനന്ദാശ്രമം പ്രസിഡന്റാണ്. നോക്കൂ, നമ്മളൊക്കെ ഒരാളുടെ അടുത്ത് വർത്തമാനം പറയുമ്പോഴേ നമ്മൾ വലുതായി കഴിഞ്ഞോടോ വാടോ പോടോ അങ്ങനെയൊക്കെ അല്ലേ പറയാ അല്ലേ. പിന്നെ ഇനിയിപ്പോൾ റെസ്പെക്റ്റബിൾ പേഴ്സൺ ആണെങ്കിൽ പോലും ഒരു ലിമിറ്റിന് മേലൊന്നും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കില്ല. അതിന് അത്രയൊക്കെ കൊടുക്കുള്ളൂ. ഇത് ഒരു 90 വയസ്സായ സന്യാസി. ഞാൻ ശരിയൊരു ആചാര്യനായിട്ട് പോയാലും നമ്മൾ അവർക്കൊക്കെ വലിയ കുട്ടികളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇപ്പോൾ സമാധിയായി. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പതുക്കെ വന്ന് ചെവിയിൽ പറയാണ്, മഹാരാജ്, ഐ ഹാവ് എ ഹംബിൾ റിക്വസ്റ്റ് അറ്റ് യുവർ ഫീറ്റ്. Can you talk few words about അവയാർ? അങ്ങയുടെ പാദത്തിൽ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടെന്ന്. ഞാനങ്ങനെ ആടിപ്പോയി. ഇതാണ് ഭക്തി, ഇതാണ് ഭക്തി. അവരുടെയൊക്കെ ജീവിതം അങ്ങനെയായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ അവർ താമസിച്ച സ്ഥലവും ഒക്കെ പഴയ കാലത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. അപ്പോൾ മഹാപുരുഷന്മാരുടെ ജീവിതത്തിലൂടെയേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ ഒരു പുസ്തകത്തിലുണ്ടാവും. ഭക്തേഷു പ്രകടിത ഫലാഭ്യാം. ശിവാനന്ദ ലഹരിയിൽ ശങ്കരാചാര്യർ പറഞ്ഞു, ഭക്തിയുടെ ഫലം ഭക്തന്മാരിൽ മാനിഫെസ്റ്റ് ആയിട്ട് കാണണമെന്നാണ്. എന്ന് വെച്ചാൽ അവരിൽ കാണുമ്പോൾ മനസ്സിലാവും. നമ്മളൊരു രമണ മഹർഷിയെ കാണുമ്പോൾ, എന്തിനാ രമണ മഹർഷി വേറെ പോകണമെന്താ, ഇതുപോലുള്ള മഹാത്മാക്കളെ കാണുമ്പോൾ ആ ഭക്തി എന്താണെന്ന് മനസ്സിലാവും. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്നുവെച്ചാൽ ഒരു 15-16 വയസ്സ് പ്രായത്ത് രാമകൃഷ്ണ ആശ്രമത്തിൽ നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു തൃശ്ശൂർ. അപ്പോൾ സ്വാമി നിസ്വാനന്ദ എന്ന് പറഞ്ഞ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു. അദ്ദേഹം പിൽക്കാലത്തിൽ നമ്മുടെ സത്സംഗത്തിനൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം രാമകൃഷ്ണ ആശ്രമത്തിൽ വളരെ ഭക്തനായൊരു സ്വാമിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ എനിക്കിത് തോന്നും, അന്തരീക്ഷമൊക്കെ മാറിപ്പോകും. ചിലതൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ കരയും. അത് പ്രഭാഷണം പോലെ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയാം. ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ വന്നു. ഇവിടെ എത്തുമ്പോഴേക്കും എനിക്ക് ഒരു 50,000 പ്രാവശ്യമെങ്കിലും നാമം ജപിക്കായിരുന്നു. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഞാൻ സന്യാസി എന്ന് പറയാൻ എനിക്കൊരു അധികാരവും ഇല്ല, ഞാൻ ഒരു യോഗ്യതയില്ല. ഇങ്ങനെയാണ് ഒരു ദിവസം അദ്ദേഹം പ്രഭാഷണം തുടങ്ങുന്നത്. എനിക്ക് ഒരു യോഗ്യതയില്ല, കാരണം ഞാൻ ഉറങ്ങിപ്പോയി ട്രെയിനിൽ. അപ്പോൾ അത് പറഞ്ഞ് അദ്ദേഹം വളരെ ഭാവുകത്തോടുകൂടെ ഓരോ കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അന്തരീക്ഷമേ മാറിപ്പോകും. കേട്ടിരിക്കുന്ന ആള് ഒരു 2 ദിവസത്തേക്ക് ആ ലഹരി ഉണ്ടാവും, ആ ഭക്തിയുടെ.
വാഴക്കുന്നും ഭാഗവതം പറയണതിനെ കുറിച്ച് പറയും. രാസക്രീഡ ഭാഗവതം പറഞ്ഞിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ആർക്കും ബോധമില്ല അത്രേ, എല്ലാം ഒരുമാതിരി ലഹരി പിടിച്ച പോലെയായി. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം ഭാഗവതം വായിക്കുകയില്ല അധികം, ഒരു അധ്യായം മറ്റോ വായിക്കും. അപ്പോൾ ആരെങ്കിലും വായിക്കാൻ വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, ആരെങ്കിലുമൊക്കെ വായിക്കണ്ടേ, വായിക്കുന്ന ആളുകൾക്കൊന്നും പ്രജ്ഞയില്ല, എല്ലാവരും ഒരുമാതിരി ധ്യാനത്തിലെ ലഹരിയിൽ ഇരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഒരു കഠിന ഹൃദയം വേണം, കേട്ടിട്ടും ഒന്നും ഇളകാതിരിക്കുന്ന ആള്. അപ്പോൾ ഗുരുവായൂരപ്പ എനിക്കൊരു കഠിന ഹൃദയനെ തരൂ ഭാഗവതം വായിക്കാൻ. അപ്പോൾ രാമയ്യരുണ്ടായിരുന്നു, അദ്ദേഹം വലിയ ഭക്തനാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാനിതാണ്ട് ഒരു കഠിന ഹൃദയൻ, ഞാൻ വായിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബോധം കെട്ടവിടെ വീണു. അപ്പോൾ മനസ്സ് ആ ഭഗവത് ഭാവത്തിന്, ഭഗവത് ഭക്തി, ഭഗവാന്റെ ദിവ്യരൂപം, മന്ത്രം, നാമം, അല്ലെങ്കിൽ ഒരു സത്സംഗത്തിൽ വരുന്ന സാന്നിധ്യം, ഇതിനെയൊക്കെ മനസ്സ് അബ്സോർബ് ചെയ്തിട്ട് അതെടുത്ത് മനന നിധിധ്യാസനം ചെയ്ത് മനസ്സതിനിങ്ങനെ ധ്യാനിച്ച് അനുഭവിക്കണം. അതാണ് ഭക്തിയുടെ ഒരു സാധന. ഭഗവൻ നാമത്തിൻ്റെ ജപം ബുദ്ധിസ്ഥിരാഭവിത്തും ഈശ്വര പാദപത്മസക്താ വധൂഹു വിരഹിണീവ സദാ സ്മരന്തി സദ്ഭാവനാ സ്മരണ ദർശന കീർത്തനാദി സമ്മോഹിതേവ ശിവമന്ത്ര ജപേന വിന്ദേ. ശിവമന്ത്ര ജപം കൊണ്ട് സാധിക്കാവുന്നതാണതൊക്കെ എന്നാണ്. പഞ്ചാക്ഷര ജപം കൊണ്ട് ബുദ്ധി പതുക്കെ 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 സ്ഥിരമാവും. ബുദ്ധി തീരുമാനിക്കും, എനിക്ക് ഈ ജന്മത്തിൽ തന്നെ ഭഗവത് സാക്ഷാത്കാരം വേണം. ഈശ്വര പാദപത്മസക്ത, ഈശ്വരന്റെ ചരണത്തിൽ ആസക്തം. വിരഹിണീവ, ഒരു തൻ്റെ പ്രിയനെ പിരിഞ്ഞിരിക്കുന്ന ഒരു പ്രിയയെപ്പോലെ, പത്നിയെപ്പോലെ, ഭാര്യയെപ്പോലെ. വിരഹിണീവ സദാ സ്മരന്തി. സദ്ഭാവന, മനസ്സതിനെ ഭാവന ചെയ്യും. നമുക്ക് ലൗകിക വിഷയങ്ങൾ, ലൗകികമായ പ്രിയത്തിലൊക്കെ ഭാവന വരുന്ന പോലെ തന്നെ മനസ്സ് ഭഗവാനെ ഭാവന ചെയ്യാണ്. ഭഗവത് സന്നിധി, എനിക്ക് ഭഗവാന്റെ സന്നിധി, അതിനെ ഭാവന ചെയ്യാണ്. അപ്പോൾ ഭാവന, സ്മരണ, പിന്നെ അവിടെ പോയി ദർശനം, പിന്നെ അതിനെ പറഞ്ഞ് സന്തോഷിക്കുക, കീർത്തനാദി, ഇങ്ങനെയൊക്കെ പതുക്കെ പതുക്കെ ആ ഭഗവത് ഭക്തി സമ്പുഷ്ടമായി ഉള്ളിൽ അനുഭൂതിയായിട്ട് തീരും. ആ അനുഭവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ ജീവിത പ്രാരബ്ധത്തിൽ നമ്മൾ ഉഴലുമ്പോൾ പോലും നമുക്ക് പിടിവള്ളി ഉണ്ടാവും, ഒരു ആശ്രയമുണ്ടാവും. നമുക്ക് ഭഗവാന്റെ നാമം എന്ന് പറയുമ്പോൾ അതൊരു ഊന്നുവടി പോലെയാണ്. ആ വടി കിട്ടി, അത് പിടിച്ചുകൊണ്ട് നിൽക്കാനൊന്നായി. നമുക്കത് കിട്ടിയ ഭഗവാനെ കയ്യിൽ കിട്ടി. ഒരു മന്ത്രം ജപിക്കാനുള്ള മന്ത്രം കയ്യിൽ കിട്ടിയ ഭഗവാൻ നമുക്ക് ഹസ്തഗതനായിട്ട് തീർന്നു. അപ്പോൾ ശിവമന്ത്ര ജപേന വിന്ദേ എന്നാണ് പരമേശ്വരന്റെ ആ നാമം. അതുകൊണ്ടാണ് തിരുവാചകം ആരംഭിക്കുമ്പോൾ ശിവനെയല്ല നമസ്കരിക്കുന്നത്, പഞ്ചാക്ഷരത്തിനെയാണ്. നമ ശിവായ വാഴ്ക, നാദൻ താഴ്വാഴ്ക. എന്താന്ന് വെച്ചാൽ ശിവനെ എനിക്കറിയില്ല, എനിക്കറിയണത് ഇതാണ്, ഈ പഞ്ചാക്ഷരമാണ്. ഈ പഞ്ചാക്ഷരത്തിന് ആദ്യത്തെ നമസ്കാരം എന്നാണ്. പിന്നെ പരമേശ്വരന്റെ ചരണത്തിന് നമസ്കാരം. ഇമൈപ്പൊഴുതും എന്നെഞ്ചിൽ നീങ്കാതാണ് താഴ്വാഴ്ക. ഒരു ക്ഷണനേരം പോലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപിരിയാതെ ഇരിക്കുന്ന ആ ഭഗവാന് നമസ്കാരം. പിന്നെയാണ് ഗുരുവിന് നമസ്കാരം, ശാസ്ത്രത്തിന് നമസ്കാരം. അപ്പൊ നമുക്ക് പിടിവള്ളി എന്താ? ആ പഞ്ചാക്ഷരമാണ്. ഇന്നലെ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു കുട്ടി ചോദിച്ചു, സ്വാമി തപസ് എന്താണ്? ചെറിയ കുട്ടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു അയാളോട്, നിനക്ക് വല്ല മന്ത്രം വല്ലതൊക്കെ അറിയോ? അയാൾ എനിക്ക് പാക്കറ്റിൽ ഒരു സാധനം എടുത്തു. പാക്കറ്റിൽ ഒരു ശിവലിംഗം ഇട്ട് വെച്ചിരിക്കുക, ചെറുതായിട്ടൊരു ശിവലിംഗം. അതെടുത്ത് ഇത് ഞാൻ എൻ്റെ പാക്കറ്റിൽ എപ്പോഴും വെച്ചിരുന്നു. അപ്പം അയാളോട് ചോദിച്ചു, എന്താ മന്ത്രം അറിയോ? എനിക്ക് നമഃശിവായ അറിയാം. അത് മതി, അത് മതി കേട്ടോ, അത് ജപിച്ചോളാം. നമഃശിവായ ജപിക്കൂ, വേറെ ഒന്നും ചോദിക്കാൻ പാടില്ല, അത് ജപിച്ചു. അങ്ങോട്ട് തീരുമാനിച്ച പോലെയാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാലേ അറിയുള്ളൂ.
ഉള്ളിൽ തീരുമാനിച്ച പോലെയാണ്. പാക്കറ്റിലൊരു ശിവലിംഗം കൊണ്ട് നടക്കുകയാണേ. അപ്പോൾ ഭഗവൻ നാമം, ഭഗവത് ഭക്തിയൊക്കെ എങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിലേക്ക്, ജീവിതത്തിലേക്ക് കയറി വരുന്നേ പറയാൻ പറ്റില്ല. ഏതെങ്കിലും വിധത്തിൽ വരാം. 3.5 വയസ്സിലാണ് ജ്ഞാനസംബന്ധർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടായത്. അച്ഛൻ ഏതോ കുട്ടിയും കൊണ്ട് അമ്പലത്തിലെ കുളത്തിലേക്ക് പോയതാണ്. ആർക്കറിയാം കുട്ടികളെ ഇതൊക്കെ നമ്മൾ പഴക്കാനേ പറ്റുള്ളൂ. അവർക്ക് കിട്ടുമോ കിട്ടില്ലയോ നമുക്കറിയില്ല. ആ 3.5 വയസ്സുള്ള കുട്ടിയും കൊണ്ട് അവരുടെ അച്ഛൻ്റെ പേര് ശിവപാദഹൃദയർ എന്നാണ് പേര്. ശീർകാഴിയിൽ നിങ്ങൾ ഇന്ന് പോയാൽ ഇന്നും ആ കുളം കാണാം. ആ കുളത്തിൻ്റെ കരയ്ക്ക് ആ കുട്ടിയെ ഇരുത്തിയിട്ട് ഇദ്ദേഹം വെള്ളത്തിലിറങ്ങി ജപം, ധ്യാനം, വേദ മന്ത്രം ചൊല്ല അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ, കുട്ടിക്ക് വിശക്കില്ലേ, കുട്ടിക്ക് അറിഞ്ഞു അമ്മ 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 എന്നൊക്കെ അറിഞ്ഞു. അച്ഛൻ പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് ഓരോരിക്കെ പുറത്ത് വരുമ്പോൾ പറഞ്ഞു, ഇരിക്കൂ, ഇപ്പൊ വരാട്ടോ, ജപം കഴിഞ്ഞ് വരാം എന്നൊക്കെ പറഞ്ഞു. കുട്ടിക്ക് മനസ്സിലാവും. കുട്ടി കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് അച്ഛൻ എഴുന്നേറ്റ് കുട്ടി പ്രസന്നമായി പ്രകാശിച്ചിരിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ ചോദിച്ചു, നോക്കിയപ്പോൾ വായിന്ന് ഇങ്ങനെ പാലിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, ആര് പാല് തന്നു? ഇങ്ങനെ നിങ്ങൾക്ക് അവിടെ പോയാൽ ഒരു വിഗ്രഹം കാണാം. അവിടെ ഈ ജ്ഞാനസംബന്ധർ ഈ ഗോപുരത്തിൽ ഇങ്ങനെ കൈ കാണിച്ചിട്ട് അവിടെ ഒരു മൂർത്തി ഉണ്ട്. ആ മൂർത്തിയെ കൈ കാണിക്കുകയാണ്. അദ്ദേഹം വന്നു എന്നാണ്. എനിക്ക് പാല് തന്നു. തോടുടയ ശവിയൻ വിടയേറി ഓർത്തു വെൺമതി ചൂടി കാടുടയ ചുടലൈ പൊടി പൂശിയൻ ഉള്ളം കവർക്കൾവൻ. കാടുടയ ചുടലൈ പൊടി പൂശിയൻ ഉള്ളം കവർക്കൾവൻ. എൻ്റെ ഹൃദയം മോഷ്ടിച്ചു കൊണ്ടുപോയി. നമ്മൾ വലിയ വലിയ കവികൾ പാടുന്ന വാക്കാണ്. അപ്പൊ എൻ്റെ ഹൃദയം കവർന്നു കൊണ്ടുപോയ കള്ളൻ. നല്ല ചെവിയിൽ തോട് സ്ത്രീകൾ ധരിക്കണ ആഭരണമാണ്. പക്ഷേ പുല്ലിംഗത്തിലാണ് പാട്ട്, പുരുഷനെയാണ് പറയണത്. പക്ഷെ തോടുടയ ശവി, പാല് തരേണ്ടത് അമ്മയാണ്, പക്ഷെ തന്നത് അച്ഛനാണ്. അപ്പൊ മാതൃഭൂതേശ്വര സ്വാമി തോടുടയ ശവിയൻ വിടയേറി. വിടയെന്ന് വെച്ചാൽ ഋഷഭം. നമ്മള് വടക്കനാഥൻ എന്ന് പേരെങ്ങനെ വന്നു എന്നൊരു റിസർച്ച് ഉണ്ട്. വിടവക്കുണ്ട്രനാഥൻ എന്നാണ് തമിഴില് പേര്. വിടവക്കുന്ന് എന്ന് വെച്ചാൽ ഋഷഭക്കുന്ന്. ഋഷഭം എന്നുള്ളത് തമിഴില് വിടവം. ആ വിടവക്കുന്ന് പോയിട്ട് അല്ലാതെ വടക്കനാഥനും വടക്കനും ഒരു സംബന്ധമില്ല. പല വലിയ റിസർച്ചാണത്. എങ്ങനെയാ ഈ പേര് വന്നത്? വിടവക്കുന്ന് അങ്ങനെയാണത്. വടക്ക് എന്നായി എങ്ങനെയോ മാറിപ്പോയത്, അല്ലാതെ വടക്ക് നോക്കിയിട്ടൊന്നും അല്ലല്ലോ. അപ്പോ അങ്ങനെ സ്വാമിയുടെ അപ്പൊ ഋഷഭാചലം എന്നാണല്ലോ പേര്, ഋഷഭാചലം. അപ്പോ തോടുടയ ശവിയൻ വിടയേറി ഓർ തൂവെൺമതി ചൂട്, നല്ല ചന്ദ്രകലയൊക്കെ ധരിച്ച് ശ്മശാന ഭസ്മമൊക്കെ പൂശി എൻ്റെ മുമ്പിൽ വന്ന് എനിക്ക് പാല് തന്നു. ഈ കഥയാണ് ശങ്കരാചാര്യർ സൗന്ദര്യ ലഹരിയിൽ പറയണത്. കവീനാം പ്രൗഢാനാമജനി കമനീയ കവയിത. പ്രൗഢന്മാരായ കവികൾ പോലും വിസ്മയിക്കുന്ന രീതിയിലുള്ള കവിതകൾ പാടി ഒരു ദ്രവിഡ ശിശു ഇങ്ങനെ ഈ പാല് കുടിച്ചിട്ടെന്നാണ്, ഈ ജ്ഞാനപ്പാല് കുടിച്ചിട്ട്. അപ്പോൾ നമുക്ക് സത്സംഗത്തിൽ നിന്നൊക്കെ കിട്ടേണ്ടത് ഈ ജ്ഞാനപ്പാലാണ്. പാലെന്ന് വെച്ചാൽ അറിവാണ്, സാരസ്വതം. ഈ അറിവ് ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ തീരുമാനിക്കും, നമുക്ക് ഭഗവത് ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. ഇതിന് നമ്മൾ ഭഗവൻ നാമത്തിനെ ജപം ചെയ്യണം, മന്ത്രജപം ചെയ്യണം, പഞ്ചാക്ഷര ജപം ചെയ്യണം. ഇല്ലെങ്കിൽ ശിവനാമം, ശിവ 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 ശിവ, അത്രയും മതി. ഈ നാമം ഉള്ളിൽ ഉണ്ടാവണം. ഇങ്ങനെ ഭഗവൻ നാമത്തിനെ ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധാവും. വളരെ എളുപ്പമായ വഴി. ചിത്തശുദ്ധമാവും, പ്രാണനൊക്കെ ശുദ്ധാവും, ശരീരം ശുദ്ധാവും. നമ്മൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ ആഹാരം ശുദ്ധാവും. ആ ആഹാരം കഴിക്കുന്നവരുടെ മനസ്സ് ശുദ്ധാവും. ഇതൊക്കെയാണ് വഴി. വീട്ടിലുള്ളവർ ഭഗവൻ നാമം ജപിച്ചുകൊണ്ടേ ആഹാരം പാചകം ചെയ്താൽ ആഹാരം കഴിക്കുന്നവരൊക്കെ പ്രസന്നമായിട്ടിരിക്കും. രാമകൃഷ്ണദേവൻ്റെ അടുത്ത് ഒരമ്മ വന്നു. അവർ വന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഭയങ്കര കള്ളുകുടി, ഒരു രക്ഷയില്ല, അനുഗ്രഹിക്കണം, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രാമകൃഷ്ണദേവൻ പറഞ്ഞു, അവനെ ഒന്ന് വിളിച്ചോണ്ട് വരൂ.
വിളിച്ചാലൊന്നും വരില്ല. ആ അമ്മ ശ്രമിച്ചു നോക്കി, അയാൾ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാമകൃഷ്ണദേവൻ പറഞ്ഞു, ശരി, നിനക്ക് ഞാനൊരു നാമം തരാം, ഈ നാമം നീ ജപിക്കും. അവന് ആഹാരം പാചകം ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ഈ നാമം ജപിച്ചുകൊണ്ട് തന്നെ പാചകം ചെയ്ത് കൊടുക്കുക. അവൻ്റെ ചിത്തം ശുദ്ധമാവാൻ ഇതേ വഴിയുള്ളൂ. ഡയറക്റ്റായിട്ട് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യാം, നീ നാമം ജപിക്കൂ, അയാളുടെ ചെവിയിൽ കേൾക്കട്ടെ, എൻ്റെ സാന്നിധ്യം അയാളുടെ വേല ചെയ്യട്ടെ. അങ്ങനെ കുറച്ച് ദിവസം ആഹാരം കൊടുത്തു കഴിയുമ്പോൾ ചിത്തം ശുദ്ധമായി. ചിത്തം ശുദ്ധമായി എന്നുള്ളതിന് ലക്ഷണം എന്താണെന്ന് വെച്ചാൽ കള്ളുകൂടി നിർത്തി എന്നല്ല, അതൊന്നും നിർത്തിയില്ല. അയാളുടെ ഉള്ളിൽ തോന്നി, ഈ ഭാര്യ ആരോ ഒരു സ്വാമിയെ കാണാൻ പോകണ്ടല്ലോ, ഞാനും പോയി കണ്ടേക്കാം, എന്താ വിശേഷം നോക്കാം. ഇതാണ് അതിൻ്റെ ലക്ഷണം ഉണ്ടായത്. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് രാമകൃഷ്ണ പരമഹംസരെ കാണാൻ വന്നു. അപ്പം അന്ന് ആരുമില്ല. അപ്പോൾ രാമകൃഷ്ണദേവനോ നാമം ജപിച്ച് അദ്ദേഹത്തിന് ഈ കുട്ടികളെ പോലെ ഭാഗവത കഥയൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ, നർത്തനം ചെയ്യാണ്, ആടിയിട്ടും പാടിയിട്ടും ഒക്കെ. അപ്പം ഇദ്ദേഹം ഈ ജനലിൽ കൂടെ നോക്കിയിട്ട്, വേണ്ടില്ലല്ലോ, നമ്മൾ കുടിച്ചാൽ ഇങ്ങനെയൊന്നും ആടുന്നില്ല, ഇയാൾ ഇങ്ങനെ കളിക്കണുണ്ടല്ലോ. അപ്പം അവിടെ ഒരാളോട് ചോദിച്ചു, അതെ ഇയാൾ ഈ പൂജാരി കുടിക്കുമോ? അമ്മ ചിരിച്ചു. അത് വിദേശാണോ ഇവിടത്തെ ആണോ? ബ്രിട്ടീഷുകാരുടെ ഭരണമാണേ. അപ്പോൾ രാമകൃഷ്ണദേവൻ കേട്ടുകൊണ്ടേ വന്നു. എന്നിട്ട് പറഞ്ഞു, തനി നാട്ടുചിറക്ക്, ഒറ്റ പ്രാവശ്യം ഉള്ളിൽ പോയാൽ മതി, ജീവിതം മുഴുവൻ ലഹരി ഉണ്ടാവുകയാണോ തനിക്ക്, ഒറ്റ പ്രാവശ്യം മതി, ജീവിതം മുഴുവൻ തനിക്ക് അതിൻ്റെ ആനന്ദം ഉണ്ടാവുകയാണോ. അങ്ങനെ ആ ഭക്തൻ്റെ ജീവിതം മാറി. അയാളും ഭഗവൻ നാമം ജപിക്കാൻ തുടങ്ങി. അപ്പോൾ ജീവിതം മാറുന്നത് സത്സംഗം കൊണ്ടാണ്. നമുക്ക് ചിത്തം ശുദ്ധമാവുമ്പോൾ നമുക്ക് അമ്പലത്തിൽ വരണം തോന്നും, നാമം ജപിക്കണം തോന്നും. നമ്മുടെ ആഞ്ഞമൊക്കെ പോലും അങ്ങനെ വന്നതാണ്. ആഞ്ഞമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമൊക്കെ മുമ്പ് കുറച്ച് യുക്തിവാദവും കമ്മ്യൂണിസവും ഒക്കെ ആയിട്ട് ഇരുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, അമ്പലത്തിൽ പ്രസാദം കഴിക്കാൻ മാത്രം വരും. കുറേ പ്രസാദം കഴിച്ചപ്പോൾ ചിത്തശുദ്ധായി. അപ്പോൾ ചിത്തശുദ്ധിക്ക് ചിലപ്പോൾ ആ പ്രസാദം കഴിച്ചാൽ പോലും വരും. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഭഗവത് സമ്പർക്കം വേണം. ഭക്തി, ഭഗവാൻ ഏത് വഴിക്ക് നമ്മളുടെ ഉള്ളിലേക്ക് വരും പറയാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ മണി വരാം, അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി, മനസ്സ് ആനന്ദമാവും, ശാന്തി വരും. ഭക്തിയുടെ ലക്ഷണം ശാന്തിയാണ്. തതഃ പരാം ശാന്തിമുപൈതി സാക്ഷാത്, പരമമായ ശാന്തി വരും. അപ്പോൾ ഈ അധ്യാത്മം ജീവിതത്തിൽ, അധ്യാത്മ ജീവിതം എന്ന് പറയുന്നത് തന്നെ ശാന്തിക്കാണ്. ആ ശാന്തി നമുക്ക് വരണം. നമ്മൾ വേദാന്തത്തിൽ പറയുമ്പോൾ പറയും, ആത്മജ്ഞാനം കൊണ്ട് എന്ത് കിട്ടും? ജ്ഞാനാത് ശാന്തി. ജ്ഞാനം കൊണ്ട് ശാന്തി ഉണ്ടാവും. ശാന്തി, പരമമായ ശാന്തി ഉണ്ടാവും. ശാന്തം ശിവം അദ്വൈതം. ശിവൻ എന്നുള്ളതിന് ഉപനിഷത്ത് തന്നെ കൊടുക്കുന്ന ഒരു വിശേഷണം ശാന്തം. നമുക്ക് ശിവക്ഷേത്രത്തിൽ വന്നാൽ ശാന്തിയാണ്. പരമേശ്വരൻ്റെ സന്നിധി എന്ന് പറയുന്നത് ശാന്തിയാണ്. പഞ്ചാക്ഷര ജപം കൊണ്ട് ആ ശിവനാമ പരായണമായിട്ട് ഇരുന്നാൽ ശാന്തി വരും. ആ ശാന്തി നമ്മളുടെ ജീവിതത്തിൽ വരണം. അതിന് നമ്മളും യത്നിക്കണം. ഒരു വിത്തിട്ട് വെള്ളം ഒഴിച്ച് വേലി കെട്ടിക്കൊടുത്ത് ഒരു മരം ആക്കണ പോലെ തിരുനാവുക്കരശർ അപ്പർ സ്വാമികൾ ഒരു തേവാരം പാടുന്നുണ്ട്. അദ്ദേഹം പറയണം, പഞ്ചാക്ഷരം എന്ന് പറയുന്ന വിത്ത് ഞാനിട്ടു, ശ്രദ്ധയാവുന്ന വെള്ളം ബാക്കി കൊടുത്തു, തപസ്സാകുന്ന വേലി കെട്ടി, കാമക്രോധാദി മൃഗങ്ങളിൽ നിന്നൊക്കെ അതിനെ രക്ഷിച്ചു വളർത്തി, ഇപ്പോൾ വലിയ മഹാഭാവമാകുന്ന വൃക്ഷം ഉണ്ടായിരിക്കണമെന്നാണ്. എന്നുവെച്ചാൽ ഭക്തി ഇങ്ങനെ സമ്പുഷ്ടമായി പരമമായ ശ്രേയസ് മംഗളം എനിക്ക് കിട്ടിയിരിക്കുന്നു. പല വിധത്തിലും ഒരിടത്ത് പറയണു, ഒരു കിളി, ആ കിളിക്ക് പലതും പറഞ്ഞു കൊടുത്ത് ട്രെയിൻ ചെയ്യുന്ന പോലെ എൻ്റെ മനസ്സാകുന്ന കിളിയെ ഞാൻ ട്രെയിൻ ചെയ്തെടുത്തു. അതിനെ പറഞ്ഞുകൊടുത്ത് അമുതൂട്ടി പാതുകാത്ത് പർപ്പല കർപ്പിത്ത് എന്നാണ്. ഒരു കിളിക്ക് ഭക്ഷിക്കാൻ ഓരോന്ന് കൊടുക്കും. ഞാൻ അമൃതം കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ഭഗവൻ നാമം.
പാതുകാത്ത, അതിനെ നല്ലവണ്ണം നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി രക്ഷിച്ചു. നല്ല വേണ്ട ട്രെയിനിങ് പർപ്പലൊക്കെ പലതും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ മനസ്സും അങ്ങനെയാണ്. അത്ര എളുപ്പത്തിൽ നമ്മൾ പറയണതൊന്നും മനസ്സ് കേൾക്കില്ല. നമ്മൾ വിചാരിക്കുക ഒരു ദിവസം കൊണ്ട് മനസ്സങ്ങോട്ട് ശരിയാവണം. അങ്ങനെയൊന്നും ശരിയാവില്ല. കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അതിൻ്റെ കൂടെ ഈ മന്ത്രജപം, ഭഗവൻ നാമജപം, നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യം നാമജപമാണ്, മന്ത്രജപമാണ്. അത് നിഷ്ഠയോടെ സാധനയായിട്ട് ചെയ്യാം. ഒരിടത്ത് ഇരുന്ന് ഇത്ര പ്രാവശ്യം ഞാൻ ജപിക്കും, 1 മണിക്കൂർ ജപിക്കും എന്നൊക്കെ നിഷ്ഠ ദിവസം ഒരു ഡിസിപ്ലിനായിട്ട് വെച്ച് ചെയ്താൽ കുറേ കഴിയുമ്പോണ്ടല്ലോ നമ്മളുടെ ഉള്ളിൽ ആ സ്പന്ദനം ഇങ്ങനെ ഉണ്ടാവും. സ്പന്ദനമാണ് ദോഷം, സ്പന്ദനമാണ് നമുക്ക് രക്ഷയും. മനസ്സിൽ നോക്കൂ, വരുന്ന കോപം, കാമം, ഇതൊക്കെ സ്പന്ദനമാണ്. ഡിപ്രഷൻ സ്പന്ദനമാണ്, വളരെ ലോ റേറ്റ് വൈബ്രേഷനാണത്. അപ്പോൾ ഈ മന്ത്രത്തിന് ഇങ്ങനെ ഉള്ളിൽ സ്പന്ദിച്ചു കൊണ്ടേയിരുന്നാൽ സ്പന്ദനം തസ്യ ഭേഷജം. സ്പന്ദനം തന്നെ ഒരു ഭേഷജം, ഒരു മരുന്നാണ്. നല്ല ഉയർന്ന ഒരു സ്പന്ദനത്തിന് മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പം അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോഴൊക്കെ ജപം ചെയ്യുക, പുറത്തുള്ള പ്രാകാരത്തിൽ പ്രദക്ഷിണം ചെയ്ത് ജപം ചെയ്യുക. ഇങ്ങനെയൊക്കെ ഒരു നിഷ്ഠ വെച്ചാൽ നമുക്ക് നല്ല ഒരു വിദ്യ നമ്മളുടെ കയ്യിൽ വരും, ഒരു ടെക്നിക്ക്, ഒരു മെത്തേഡ് നമ്മളുടെ കയ്യിൽ വരും. നമുക്കറിയാം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയാം. ഒരാളും ഇല്ലെങ്കിലും നമുക്ക് മൊബൈലൊന്നും വേണ്ട. അപ്പം നമുക്ക് ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ച്, ഈ അമ്പലമൊക്കെ എന്തിനാ അറിയോ? നിങ്ങളെ മൊബൈലിൽ നിന്ന് രക്ഷിക്കാനാണ്. നിങ്ങൾ മൊബൈലും കൊണ്ട് അമ്പലത്തിൽ വരാൻ പാടില്ല. അത്രയും നേരത്തേക്ക് വീട്ടിൽ വെച്ചിട്ട് വരാം. വന്നിട്ട് ഇവിടെ വന്ന് ജപമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് മൊബൈൽ നോക്കിക്കോളൂ, കുഴപ്പമില്ല. ഇവിടെ വരുന്ന സമയത്ത് അത്രയും നേരം ജപം, അത്രയും നേരം നല്ല എന്തെങ്കിലുമൊക്കെ സദ്ഗ്രന്ഥങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് പാരായണം ചെയ്യുക. ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനിങ്ങനെ ചെവിയിൽ വെച്ചോണ്ടിരിക്കരുത്. കർണാടകത്തിലൊരു സ്വാമിജി പറഞ്ഞു, കർണപ്പിശാശ് എന്ന്. ചെവിയില് കർണപ്പിശാശ്. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് വീട്ടിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് രക്ഷയില്ല. ഇവിടെ ഉള്ളവർക്കെങ്കിലും വീട്ടിൽ വെച്ചിട്ട് വരാം. അത്രയും നേരത്തേക്ക് വേണ്ട, അത്രയും നേരം അതിൻ്റെ ഉപദ്രവം ഇല്ലാതെ രക്ഷപ്പെട്ടു. ഇവിടെ വന്നിട്ട് ജപമൊക്കെ ചെയ്ത് ശിവാനന്ദ ലഹരിയൊക്കെ പാരായണം ചെയ്യും. നമ്മുടെ നാട്ടുകാർ ശങ്കരാചാര്യർ എഴുതി തന്നിട്ടുണ്ട്, മലയാളത്തിലുണ്ട്, പദാനുപദാർത്ഥത്തോടു കൂടി. അതൊക്കെ ഇങ്ങോട്ട് വായിക്കുക. ദിവസം വന്ന് കുറച്ച് ശ്ലോകങ്ങൾ വായിക്കാൻ തീരുമാനിക്കുകയാണ്. ഞങ്ങളൊക്കെ പഠിച്ചത് അങ്ങനെയാണ്. അമ്പലത്തിലിരുന്ന് ശിവാനന്ദ ലഹരി 100 ശ്ലോകം ചൊല്ലും, അമ്പലത്തിലിരുന്ന് സൗന്ദര്യ ലഹരി ചൊല്ലും, അമ്പലത്തിലിരുന്ന് ഭാഗവതം വായിക്കും. അങ്ങനെയൊക്കെ ഒരു നിഷ്ഠ വെച്ചിട്ട് വീട്ടിലേക്ക് പിന്നെ പോയിട്ടേ വല്ലതും കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്താൽ അമ്പലത്തിനും നല്ലത്, നമുക്കും നല്ലത്, നമ്മുടെ മനസ്സിനും നല്ലത്. ദിവസം ഒരു ആനന്ദമായ ഒരു റൂട്ടീൻ ഉണ്ടാവും, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. അത് വരുത്തി തന്നെ എടുക്കണം. വരില്ല. ആനയെ മെരുക്കാനേ പറ്റുള്ളൂ, ഇണക്കാൻ പറ്റില്ല എന്ന് പറയാം. ആന അങ്ങനെ നായി പൂച്ചയൊക്കെ പോലെ നിങ്ങൾ കൊടുത്തു വിളിച്ചാൽ വരുമൊന്നുമില്ല. ആനയെ മെരുക്കും. അതുപോലെ തന്നെ നമ്മളുടെ ശരീരവും മെരുക്കി തന്നെ എടുക്കണം, ഡിസിപ്ലിൻ ചെയ്ത് തന്നെ എടുക്കണം. അല്ലാതെ അത് പറഞ്ഞാലൊന്നും കേൾക്കില്ല. ഒരു ദിവസം വിട്ടാൽ പോകും. അത് നമ്മളുടെ ആന പോലെ തന്നെ നമ്മളുടെ ശരീരം ഒരു വൈൽഡ് അനിമലാണ്. അപ്പം അതിനെ മെരുക്കി തന്നെ എടുക്കണം, ഡിസിപ്ലിൻ ചെയ്ത് തന്നെ എടുക്കണം. ഈ സമയത്തേക്ക് അമ്പലത്തിൽ പോവുക, ഈ സമയം ജപം ചെയ്യുക, ഈ സമയം ഇത്രയും നേരത്തേക്ക് എനിക്ക് വേറെ ഒരു കാര്യമില്ല എന്ന് തീരുമാനിക്കുക. അപ്പോൾ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഒരു സുഖം വരും. ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും വരില്ല. സതു ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി. നോക്കൂ, ഒരു പ്രയോജനം ഇല്ലാതെ 10-20 വർഷം നമ്മൾ ഈ സ്കൂളിലും കോളേജിലും കളഞ്ഞു. ഇതിനു വേണ്ടി കുറച്ച് വർഷങ്ങൾ കളയുക. അത്രയും ദിവസമൊന്നും ആവില്ല. ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും തന്നെ നല്ല ഫലം ഉണ്ടാവും, നല്ല സുഖം ഉണ്ടാവും, മനസ്സിന് ശാന്തി ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. ഇതാണ് അതിനുള്ള വഴി. ഇതാണ് അധ്യാത്മ സാധന. അങ്ങനെ സാധന ചെയ്യാൻ തീരുമാനിക്കുക. നമ്മളുടെ ജോലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒക്കെ രാവിലെ കുറച്ച് നേരം, വൈകിട്ട് കുറച്ച് നേരം, സാധിച്ചില്ലെങ്കിൽ രാത്രിയോ, ഏത് സമയം കിട്ടുമോ ആ സമയം ഭഗവാന് കൊടുക്കുക. കുറച്ച് നേരം, ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഭഗവൻ നാമജപത്തിന് കൊടുക്കുക. പിന്നെ നിങ്ങൾ ബസ്സിൽ പോകുമ്പോഴോ ട്രെയിനിൽ പോകുമ്പോഴോ സമയം കിട്ടുമ്പോൾ എവിടെ ഇരുന്നാലും ഉള്ളിലല്ലേ വേണ്ടു, നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമഃ. ഉള്ളുകൊണ്ട് ജപിക്കാൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ഇരുന്നാലും ചെയ്യാൻ പറ്റും. അങ്ങനെ അതാണ് നമുക്ക് ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭഗവത് ആനന്ദം ഉണ്ടാവും.
പക്ഷെ കുഴിച്ചിട്ട് വെള്ളമൊഴിച്ച് വേലി കെട്ടി രക്ഷിക്കണം. ഇതിന് ഭഗവാൻ നമുക്കൊക്കെ അനുഗ്രഹിച്ചേട്ടെ. വൈകുന്നേരം കാണാം. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനൈനജം വാ മാനസം വാപരാധം വിദിതമവിദിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ.